2 മിനിറ്റ് സംസാരിക്കും. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഒരു KP അസ്ട്രോളജി ഉണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്ത എല്ലാവരും പങ്കെടുത്തോ? പറ്റിയില്ല. ഇവിടെ ഒരാൾ പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച 7-ാം തീയതി ഇവിടെ വെച്ചിട്ട് ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് ക്ലാസ് എടുക്കും. ഈ മുറിക്കകത്ത് വെച്ചിട്ട് അടുത്ത രാവിലെ 11 മണിക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കേൾക്കുകയും ചെയ്യാം. അതുകൂടാതെ ഓൺലൈനിലും കൂടി എടുക്കാം. അപ്പോൾ എത്രത്തോളം അവൈലബിളുള്ള ആൾക്കാർ ഡയറക്റ്റ് വരിക, അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ക്ലാസ് കേൾക്കുക, ഓൺലൈനായിട്ട് ക്ലാസ് ഉണ്ടാകും. അപ്പോൾ അടുത്ത KP അസ്ട്രോളജി ആയിരിക്കും അടുത്ത ആഴ്ചയുള്ളത്. പിന്നെ ഇന്നത്തെ പ്രധാന സബ്ജക്റ്റ്, നമ്മളൊരു ജാതകം കിട്ടിയാൽ ഹൗ ടു അനലൈസ് എന്നുള്ളത് നമ്മളിപ്പോൾ ഏതാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണയായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി ഒരു ജാതകം കിട്ടിയാൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഏത് ദശയാണ് എന്ന് കണ്ടുപിടിക്കുക, അദ്ദേഹത്തിൻ്റെ ലഗ്നം ഏത് രാശിയിലാണെന്ന് നോക്കുക. അപ്പം ലഗ്നത്തിൻ്റെ അധിപൻ, ഇപ്പം ഒരാളുടെ ജാതകത്തിൽ കന്നി ലഗ്നമാണെന്ന് വിചാരിക്കുക. അപ്പം കന്നി ലഗ്നത്തിൻ്റെ അധിപൻ ആരാണെന്ന് നോക്കണം. കന്നി ലഗ്നത്തിൻ്റെ അധിപൻ ആരാണ്? ബുധൻ. അപ്പം ബുധൻ ജാതകത്തിൽ ബലവാനാണോ ബലക്കുറവാണോ എന്ന് നോക്കണം. അപ്പം ലഗ്നത്തിന് ബലമുണ്ടെങ്കിൽ ഈ ആൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ പറ്റും. ലഗ്നബലം, ആയുർബലമൊക്കെ നോക്കുന്നത് ലഗ്നബലം നോക്കിയിട്ട്. അപ്പോൾ ലഗ്നത്തിന് ബലമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ദശ ഏതാണെന്ന് നമ്മൾ നോക്കും. എങ്ങനെയാണ് നോക്കുക? അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കൂടെ ഗർഭശിഷ്ട ദശ കൂട്ടി, പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായുള്ള ബാക്കി ദശകൾ കൂട്ടിയിട്ട് ഇപ്പോഴത്തെ ദശ ഏതാണെന്ന് കണ്ടുപിടിക്കും, പ്രായം വെച്ച്. അപ്പോൾ ഇന്ന ദശയാണ് എന്ന് പറഞ്ഞാൽ ആ ദശയിൽ ഏതാണ് അപഹാരം എന്ന് കണ്ടുപിടിക്കും. ശനിദശയാണ് ഒരാൾക്കെന്ന് വിചാരിക്കും. ഇപ്പം നടക്കുന്നത് ശനിദശയാണ്. അപ്പം ശനിദശയിൽ ഏത് അപഹാരമാണ് നടക്കുന്നതെന്ന് പറയാൻ, ആദ്യം ശനിദശയിൽ ശനിയുടെ അപഹാരം. ശനിദശ എത്രയാണ്? 19 വർഷം. 19 × 19. അപ്പോൾ ശനിദശയിൽ ശനിയുടെ അപഹാരം കിട്ടി. പിന്നെ 19 × 17 ശനിദശയിൽ ബുധൻ്റെ അപഹാരം കിട്ടി. 19 × 7 ശനിദശയിൽ കേതുവിൻ്റെ അപഹാരം കിട്ടി. കാരണം ഏത് ദശയിൽ ഏത് അപഹാരം എത്ര വർഷം എത്ര മാസം എന്ന് പറയാം. അപ്പം നമ്മുടെ ജാതകത്തിൽ ഈ ആൾക്ക് ഇന്ന ദശയിൽ ഇന്ന അപഹാരമാണ് നടക്കുന്നത് മനസ്സിലായി. പിന്നെ നമ്മൾ എന്താ ചോദിക്കുന്നത്? ഈ ദശാനാഥൻ ജാതകത്തിൽ ആരാണ്, ഏത് ഭാവത്തിൻ്റെ അധിപനാണ്? ഈ അപഹാരനാഥൻ ദശാനാഥനും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ്. ദശാനാഥനും അപഹാരനാഥനും ബന്ധുക്കളാണെങ്കിൽ നല്ല ഫലം ഉണ്ടാവും. ദശാനാഥൻ്റെ ശത്രുവാണ് അപഹാരനാഥനെങ്കിൽ, നമ്മൾ ഗ്രഹങ്ങളുടെ ശത്രുമിത്ര ബന്ധങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രഹനാഥൻ്റെ ഗ്രഹനാഥൻ തമ്മിലുള്ള ശത്രുതയാണെങ്കിൽ നമ്മൾക്ക് വിചാരിച്ച ഫലം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജാതകം ഇങ്ങനെ നോക്കിയിട്ട് ദശ, അപഹാരം, പിന്നെ അപഹാരത്തിനകത്ത് അപഹാരം, പിന്നെ എന്ന് പറയാൻ ഛിദ്രം. മെയിൻ ദശ എന്ന് പറഞ്ഞാൽ മെയിൻ ദശ, സബ് പീരീഡ്, സബ്സബ് പീരീഡ് എന്ന് പറഞ്ഞാൽ അപഹാരത്തിന് ശനിദശയിൽ ശനിയുടെ അപഹാരമില്ല, ആ അപഹാരത്തിന് വീണ്ടും 9ആയിട്ട് വായിക്കുന്നത്. അതാണ് സബ്സബ് പീരീഡ്. ഒരാളുടെ ഒരു ചെറിയൊരു കാര്യം അറിയണമെങ്കിൽ നമ്മൾ 3 കൊല്ലം കഴിഞ്ഞിട്ട് കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന സമയത്ത് ഇന്ന പീരീഡ്, ഇന്ന ദശയിൽ ഇന്ന അപഹാരത്തിൽ ഇന്ന ഛിദ്രത്തിൽ ആണ് നടക്കുന്നത്. ആ ഛിദ്രത്തിൻ്റെ കാലത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയും. അപ്പോഴും നമ്മൾ നോക്കുന്നത് എന്താ? ഛിദ്രത്തിൻ്റെ നാഥനും അപഹാരനാഥനും മെയിൻ ദശേനെ കൊണ്ട് വിടും. മെയിൻ ദശേനെ വിട്ടിട്ട് ഛിദ്രത്തിൻ്റെ നാഥനെയും അപഹാരനാഥനും തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ട് ഫലം പറയും. അപ്പം ഇങ്ങനെ ഫലം പറഞ്ഞൊക്കെ ആണെങ്കിലും തന്നെ ഇനി വേറൊരു കാര്യം, നമ്മൾ ഇതൊക്കെ ജാതകം നോക്കി ജാതകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മൾ ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങളുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് അത്രയേ ഉള്ളൂ. അത് നമ്മളെ ലൈഫിലോ തലയിലെഴുത്താണ്. അത് കൂടാതെ ട്രാൻസിറ്റ് എന്ന് പറയും, ചാരവശാൽ ഒരു ഗ്രഹം ഒരു രാശിയിൽ എത്ര സമയം നിൽക്കും എന്ന് പറയും. അപ്പോൾ ഒരു ഗ്രഹം എത്ര സമയം നിൽക്കും? സൂര്യൻ എത്ര സമയം നിൽക്കും? ഒരു രാശിയിൽ സൂര്യൻ എത്ര സമയം നിൽക്കും പറയും? ഒരു രാശിയിൽ സൂര്യൻ എത്ര സമയം നിൽക്കും? ഒരു മാസം. അതല്ലേ മേടം, ഇടവം, മിഥുനം മാസം എന്ന് പറയുന്നല്ലേ, ഒരു മാസം. ചന്ദ്രൻ ഒരു രാശിയിൽ എത്ര? നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. 2.25 ദിവസം. സൂര്യൻ 1 മാസം, ചന്ദ്രൻ 2.25 ദിവസം, ചൊവ്വ 49 ദിവസം, ബുധ ശുക്രൻ 1 മാസം 30 ദിവസം, വ്യാഴം 1 വർഷം, പിന്നെ ശനി 2.5 വർഷം, രാഹു കേതുക്കൾ
1.5 വർഷം. അപ്പോൾ ഈ ഗ്രഹങ്ങളിങ്ങനെ രാശിചക്രത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ രാശിചക്രത്തിലുള്ള പിന്നെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അത് ചന്ദ്രനാണ് നോക്കുന്നത്, ലഗ്നം ഭാവമല്ല. ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി, നമ്മുടെ കൂറിനെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോഴും വ്യാഴം എവിടെ നിൽക്കുന്നു, ഇപ്പോഴും ശനി എവിടെ നിൽക്കുന്നു, ഇവരാകുന്നു. ഇവരാണ് കൂടുതൽ സമയം ഒരു രാശിയിൽ നിൽക്കുന്നത് അല്ലേ. ബുധനും ശുക്രനൊക്കെ ഒരു ഷോർട്ട് പീരീഡിലേ നിൽക്കുന്നുള്ളൂ. കൂടുതൽ സമയം നിൽക്കുന്നത് ശനി, രാഹു, വ്യാഴം പ്രധാനമായിട്ട്. പിന്നെ മറ്റും കൂടി നമുക്ക് നോക്കാം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ചാരവശാൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അധ്യാപകൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ചാരവശാൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിന് ഇൻ ഡെപ്തായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നേ വരിക. ആദ്യം 4-ാം ഭാവം എന്ന് പറഞ്ഞിട്ട് പോകട്ടെ. സൗകര്യം നമ്മുടെ പ്രധാനം ചാരവശാലാണ്. 4-ാം ഭാവം 4-ാം ഭാവം എന്ന് പറഞ്ഞു പോയിട്ടേ, അല്ലെങ്കിൽ ക്ലാസ്സിന്റെ കണ്ടിന്യൂറ്റി പോകണ്ട. നല്ല കാര്യം, ഇഷ്ടം എങ്ങനെയാ ശരിയെന്ന് തോന്നുന്നു അതുപോലെ ചെയ്യും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഈ നമ്മളിപ്പോൾ എടുക്കേണ്ടത്, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ. പുസ്തകം ഇപ്പം നമ്മൾ ആ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടേ പലരും സാറിൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുസ്തകം, വേദാംഗ ജ്യോതിഷം. സാറ് തന്നെ എഴുതിയ പുസ്തകമാണ്. അപ്പം ഇത് ആവശ്യമുള്ളവർക്ക് ആ നമ്പർ നമ്മൾ ചാനലിൽ കൊടുക്കാം. സാറിൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാൻ പറ്റില്ല സാറേ? ഇംഗ്ലീഷിലോ മലയാളത്തിലോ വേണ്ട ബുക്ക് അയച്ചു കൊടുക്കും. ആർക്ക് വേണമെങ്കിലും ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, അവർക്ക് കൊടുക്കാം. ചെറിയൊരു പുസ്തകമാണ്, പക്ഷേ എൻ്റെ ബേസിക് ഇതിൽ നിന്ന് കിട്ടും. എൻ്റെ ജ്യോതിഷം നമുക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടാക്കാൻ പറ്റിയൊരു പുസ്തകമാണ്. അത് ലാംഗ്വേജ് വളരെ സിമ്പിളാണ്. സാധാരണ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ഇത് വളരെ സിംപ്ലിഫൈ ചെയ്ത് സാർ എഴുതിയതാണ്. സാറിൻ്റെ ഒരു എന്താ പറയുക, ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് ഇതല്ലേ സാറേ? സാറ് ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ഏറ്റവും നല്ലൊരു ബുക്ക് സമ്പൂർണ്ണ ജാതകഘടന, ഡോക്ടർ BS നായരുടെ ഒരു ബുക്കാണ്. സാധാരണ മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ബുക്കാണ്. പക്ഷേ ഡോക്ടർ BS നായരുടെ ബുക്ക് വായിച്ച് മനസ്സിലാക്കണമെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം സർവാധരണീയമായിട്ടുള്ളൊരു ബുക്കാണ് ഡോക്ടർ BS നായരുടെ സമ്പൂർണ്ണ ജാതകങ്ങൾ. പക്ഷേ അതുകൂടി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതില്ലാതും സിംപ്ലിഫൈ ചെയ്തിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത് 2000-ലാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. 99-2000-ലാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ ക്ലാസ്സിലേക്കുള്ള ബുക്ക് നോട്ട് തലേ ദിവസം എഴുതി പോകും. അങ്ങനെ എഴുതി ഇത്രയും വർഷങ്ങളുള്ള പഠിപ്പിച്ചതിൻ്റെ അനുഭവത്തിലുള്ളതാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് പോരായികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അധ്യാപകൻ തന്നെ വേറൊരു ബുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഡെപ്തിലായിട്ടൊരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ ആ ബുക്ക് കൂടി ഈ ബുക്ക് കൂടി ആയി വരുന്ന സമയത്ത് നമുക്കൊരു ജ്യോതിഷത്തിൽ ബിഗിനേഴ്സ് മുതൽക്ക് ഒരു കൺസൾട്ടേഷൻ കൊടുക്കുന്ന ആ ലെവൽ വരെ എത്താനുള്ള എല്ലാ സൗകര്യമുണ്ട്. അത് ഈ ക്ലാസ് കഴിഞ്ഞ് പോയാലും ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഉറപ്പാണ്, പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ഇതിനകത്ത് ഒരുപാട് പോരായികളുണ്ട്, ഒരുപാട് പ്രിൻറ്റിങ് മിസ്റ്റേക്സ് ഉണ്ട്, അബദ്ധങ്ങളുണ്ട്. ഈ അബദ്ധങ്ങൾ സുബദ്ധങ്ങളാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജോലി. ആ അബദ്ധങ്ങൾ മാറ്റി സുബദ്ധമായ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലും ബേസിക് വിട്ടുപോകാതെ ബേസിക്കും അഡ്വാൻസ് ലെവലിൽ ആ ബുക്കും ഈ 2 ബുക്കും വേണ്ട. ചിലപ്പോൾ ഈ ബുക്കിൻ്റെ ആവശ്യം വരില്ല, ആ ബുക്ക് വന്നാൽ. അങ്ങനെ നമുക്ക് നല്ല ലെവലിൽ പോകാം. ആർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ബുക്ക് കൊടുക്കാം. പബ്ലിഷർ ബുക്കിൻ്റെ കൈയെഴുത്ത് റെഡിയായാൽ പബ്ലിഷ് ചെയ്യാനുള്ള ആളുണ്ട്. നമ്മുടെ പഴയ സ്റ്റുഡൻ്റായ ശ്രീ വർമ്മ സാറ്, അദ്ദേഹം ഒരു പ്രസ്സുമായിട്ട് വളരെ ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് ഈ ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ള സൗകര്യപ്പെടുന്നത്. അങ്ങനെ ചെയ്യാം. ഓക്കെ, ശരി. ചിരിക്കാതെ വളരെ നടക്കണം. സാറിൻ്റെ ആഗ്രഹം സാറ് പറഞ്ഞാണ്, ആഗ്രഹമാണ്, അത് നടക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. നമ്മൾ ഈ ഓരോ ഭാവങ്ങളെക്കുറിച്ചാണല്ലോ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബേസിക് കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മളിവിടെ പറയുന്നത് ഏത് രാശിയിലാണ് നോക്കുന്നില്ല. ഓക്കെ, ഒരു ഭാവത്തിൽ ഒരു ഗ്രഹം വന്നാലുള്ള അതിനെക്കുറിച്ച് റിസൾട്ട് മാത്രമാണ് പറയുന്നത്. ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നതെന്ന് നോക്കുന്നില്ല. ആ ജാതകനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാവാധിപനാണെന്നും നമ്മൾ നോക്കുന്നില്ല.
ഇപ്പോൾ 4-ാം ഭാവത്തിൽ ഇന്നിപ്പോൾ 4-ാം ഭാവമാണ് എടുക്കാൻ പോകുന്നത്. 4-ാം ഭാവത്തിൽ ഇന്നിന്ന ഗ്രഹങ്ങൾ 9 ഗ്രഹങ്ങൾ വന്ന് നിന്നാൽ എന്തായിരിക്കും റിസൾട്ട്? ജനറൽ ആയിട്ടുള്ള കാര്യം അത്. ഇത് ജാതകനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 4-ാം ഭാവം ആവില്ല മറ്റൊരാളുടെ 4-ാം ഭാവം. അപ്പോൾ രാശി മാറും. ആ രാശി അനുസരിച്ച് റിസൾട്ട് മാറാം. അതുപോലെ തന്നെ നിൽക്കുന്ന പ്ലാനറ്റ് ചിലപ്പോൾ എൻ്റെ 8-ാം ഭാവാധിപനായിരിക്കും, മറ്റൊരാളുടെ 2-ാം ഭാവാധിപനായിരിക്കും. അതനുസരിച്ചും മാറാം. ഓക്കെ, ശരി. അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ അന്ന് പഠിച്ചത് തന്നെയാണ്. അതായത് 4-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്ഥാനോ? യെസ്, ശുഭസ്ഥാനമാണോ അല്ലേ? ഓക്കെ, അതിനൊരു പേരുണ്ട്. എന്താണെന്നറിയോ? കേന്ദ്രസ്ഥാനം എന്ന് പറയും അല്ലേ? 1, 4, 7, 10 കേന്ദ്രസ്ഥാനം. ഇതിന് വിഷ്ണു സ്ഥാനം എന്നും പറയും. ഓക്കെ, അതായത് ഒരു വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് ഈ 4 എന്ന് പറയുന്നത്. പിന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ മാതൃസ്ഥാനം എന്നല്ലേ സാറേ പറഞ്ഞു? മാതൃസ്ഥാനം. ഓക്കെ, മാതൃസ്ഥാനമാണ്. ശരി, പിന്നെയോ? അതെ, ശരിയാണ്, സുഖം. ഓക്കെ, സുഖം. പിന്നെ കുടുംബം പറഞ്ഞില്ലേ? കുടുംബം പറഞ്ഞല്ലോ അല്ലേ? കുടുംബം. അപ്പൊ രണ്ടെന്താ വ്യത്യാസം? ശരിയാണ്, അമ്മ, കുടുംബം. ഓക്കെ, നമ്മളെ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂല കുടുംബം, 4 എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം, നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ ആഫ്റ്റർ മാരേജ് ആണ്. ആഫ്റ്റർ മാരേജ്, കല്യാണത്തിന് ശേഷമാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. 2 എന്ന് പറഞ്ഞാൽ മൂല കുടുംബം, നമ്മുടെ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത്. 4 എന്ന് പറഞ്ഞാൽ മാതൃസ്ഥാനം, നമ്മുടെ കുടുംബം. ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു വീട് വെക്കണം, വീട് വെക്കാൻ പറ്റുമോ? അത് എപ്പോഴും വെക്കാൻ പറ്റും? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ അറിയണം. ആഫ്റ്റർ മാരേജ് പക്ഷെ ജനറലി നമ്മൾ കുടുംബം എടുക്കും. കാര്യം കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ അച്ഛനും അമ്മയുടെയും കൂടെ തന്നെ ആയിരിക്കും നമ്മുടെയൊക്കെ ജീവിതം. അതുകൊണ്ട് 2ഉം 4ഉം എടുക്കാം. ഓക്കെ, പിന്നെ പ്രോപ്പർട്ടി, വസ്തു അല്ലേ? ഇതിലെന്തൊക്കെ വരും? അതെ, ഭൂമി അല്ലേ? എല്ലാത്തരം ഭൂമിയും വരും. അമ്മയായിട്ട് ബന്ധപ്പെട്ട മാത്രമല്ല, എല്ലാത്തരം ഭൂമി അല്ലേ? വീട് വരൂലേ? വാഹനം വരും. ഇനി എന്തെങ്കിലും വരുമോ? പ്രധാനപ്പെട്ട ഒന്നുകൂടി ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടി ഉണ്ട്. വിദ്യാഭ്യാസം അല്ലേ സാറേ? ഉന്നത വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസം 2-ാം ഭാവം കൊണ്ട് നമ്മൾ ബേസിക് എഡ്യൂക്കേഷൻ, 4-ാം ഭാവം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം, 5-ാം ഭാവം കൊണ്ട് ബുദ്ധി. അപ്പോൾ ഇത് 3 കാര്യങ്ങളും ശരിയായാലും മാത്രമേ ഉന്നത വിദ്യാഭ്യാസം എത്തുള്ളൂ. 4-ാം ഭാവത്തിൻ്റെ 7 10 ഇല്ലേ? 4 തണ്ടി വെക്കുന്നത് 4-ന്റെ 7 10. 10 എന്ന് പറയുന്നത് എന്താ? കർമ്മം. 4 എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം. ഒരാൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ആ വിദ്യാഭ്യാസത്തിൻ്റെ ലെവലിൽ ജോലി കിട്ടുമെന്ന് നോക്കണമെങ്കിൽ 4ഉം 10ഉം തമ്മിൽ ബന്ധം വേണം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്നായിരിക്കും, ചെയ്യുന്നത് പറഞ്ഞായിരിക്കും ഇല്ലേ? അങ്ങനെയല്ലേ? അതൊക്കെ നമുക്ക് പറയാം. എന്നൊരു കാര്യം പറഞ്ഞോട്ടെ, മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ തന്നെയാണോ ഇത് എഴുതണത്? മനസ്സമാധാനം ഇങ്ങനെയാണോ സാറേ എഴുതണത്? 2 സാധനം. ഓക്കെ, അതെ, അവിടെ തന്നെയല്ലേ മനസ്സമാധാനം. മനസ്സമാധാനം, മെന്റൽ പീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ എന്തുണ്ടായിട്ടും കാര്യമില്ല അല്ലേ? കോടിക്കണക്കിന് രൂപയുടെ കയ്യിലുണ്ട്, പക്ഷെ മനസ്സമാധാനത്തിലേക്ക് പോയില്ല. എല്ലാം പോയി. പിന്നെ നമ്മുടെ ജനറൽ റിലേറ്റീവ്സ്. ഓക്കെ, ജനറൽ റിലേറ്റീവ്സ് കേട്ടോ, ബന്ധുക്കൾ എന്ന് ഞാനിവിടെ എഴുതുന്നു. ഈ 4 സുഹൃത്തുക്കളെയും റെപ്രസെന്റ് ചെയ്യും. എങ്ങനെയുള്ള സുഹൃത്തുക്കളാണെന്നറിയോ? നമ്മുടെ വീട്ടിൽ വരെ സ്വാധീനമുള്ള സുഹൃത്തുക്കളില്ലേ? ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി മെമ്പേഴ്സ്, അതുപോലത്തെ സുഹൃത്തുക്കൾ. ഓക്കെ,
ക്ഷമ റെപ്രസെൻ്റ് ചെയ്യേ. ക്ഷമ, ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷമ തന്നെയല്ലേ, ക്ഷമിക്കാനുള്ള കഴിവ്. ക്ഷമിക്കാനുള്ള കഴിവുണ്ടെങ്കിലേ സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇളയ സഹോദരൻ്റെ കുടുംബം എന്ന് പറയണത് ഏതാ? 3/2, അതായത് 4 അല്ലേ, അങ്ങനെ പറയാം. ഭാര്യയുടെ ജോലി എന്ന് പറയണതോ, അതായത് 7/10, 4 വരും. 7/10 4 വരും. ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങൾ ഇതിലുണ്ട്. ഏതാണ്? അതെ, അതായത് അങ്ങനെയും നോക്കാം, ഭാവാത്ഭാവം നോക്കുന്ന പോലെ അങ്ങനെയും നോക്കാം. അത് ഇതിൻ്റെ കൂടെ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെയും നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോൾ 9-ാം ഭാവം എടുത്താൽ 9, 10, 11, 12, 1, 2, 3, 4. അച്ഛനുണ്ടാവണ സർജറി 4 നോക്കി പറയാം. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇതിൽ. അപ്പം അത് നമ്മളിപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് എന്ത് ത്രികോണത്തിൽ വരുന്നതാണ്? മോക്ഷ ത്രികോണത്തിൽ വരുന്ന ഒരു ഭാവം കൂടിയാണത്. ഓക്കെ, വേറൊരു കാര്യം കൂടി പറഞ്ഞു പോകാമെന്ന് വിചാരിക്കണം. അതായത് ഈ സുഖസ്ഥാനമാണല്ലോ 4 എന്ന് പറയണേ. അപ്പോൾ വ്യാഴത്തിനെ എടുത്തിട്ട് വ്യാഴം നമ്മുടെ ഓരോരുത്തരും ഹോറോസ്കോപ്പിൽ വ്യാഴം നിൽക്കുമല്ലോ. ആ വ്യാഴത്തിൻ്റെ 4 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ്റെ സുഖം അറിയാം. അതായത് ആധ്യാത്മികമായ സുഖം എവിടെ നിൽക്കുന്നു എന്നറിയാം. ഓക്കെ, അതേപോലെ ശുക്രൻ എവിടെ നിൽക്കുന്നു, ശുക്രൻ്റെ 4 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള സുഖം നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, ചന്ദ്രൻ്റെ 4 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സുഖം അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ സുഖം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കുന്നത് ഏത് ഭാവം കൊണ്ടായിരിക്കും? 4-ാം ഭാവം കൊണ്ടാണ് കേട്ടോ. ആരുടെ എടുക്കും സാറേ? 3 ആൺകുട്ടികളുണ്ട് അമ്മയ്ക്ക്. ആരുടെ ജാതകം എടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അമ്മയുടെ ആരെങ്കിലും മൂത്ത കുട്ടിയുടെ മൂത്ത കുട്ടി. ഈ അമ്മയാക്കിയത് ഈ മൂത്ത കുട്ടിയാണല്ലോ, ബാക്കി എല്ലാവരും ശേഷം വന്നതല്ലേ. പിന്നെ രസകരമായ കാര്യം 3 പേരുടെയും ജാതകത്തിൽ ഏകദേശം ഒരേ രീതിയിലുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കുടുംബത്തിന്റെ ജാതകം എടുത്താൽ അച്ഛൻ, അമ്മ, മക്കള് ഇവർ തമ്മിലുള്ള റിലേഷൻ വളരെ വ്യക്തമായിട്ട് വരും. എത്ര ജാതകം നോക്കി കല്യാണം കഴിച്ചാലും ആ കൂടേണ്ടവർ തമ്മിൽ മാത്രമേ കൂടും. അതാണ് തലവിധി ഇല്ലേ? ആധ്യാത്മിക സുഖം, മെറ്റീരിയൽ, ഭൗതിക സുഖം. വ്യാഴത്തിന്റെ 4 അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. വ്യാഴത്തിന്റെ 5 നോക്കിയിട്ട് സന്താനം നോക്കാം കേട്ടോ. ലഗ്നത്തിന്റെ 5, ചന്ദ്രന്റെ 5, വ്യാഴത്തിന്റെ 5 ഇതൊക്കെ നോക്കിയിട്ട് സന്താനങ്ങളെ പറ്റി പറയാം. ലഗ്നത്തിന്റെ 5-ാം ഭാവമാണ് സാധാരണ സംഭവം. പക്ഷെ വ്യാഴത്തിന്റെ 5 കൂടി നോക്കിയിട്ട് സന്താനത്തിനെ പറ്റി പറയാം. വ്യാഴമാണല്ലോ സന്താനകാരകൻ. ധനകാരകനും വ്യാഴം തന്നെയാണ്, ഭാഗ്യകാരകനും വ്യാഴം തന്നെ. ലഗ്നത്തിന്റെ 5 നോക്കണം ഫസ്റ്റ്. അത് കഴിഞ്ഞ് വ്യാഴത്തിന്റെ 5 കൂടി നോക്കണം. പിന്നെ ചന്ദ്രന്റെ 5 നോക്കണം. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സന്താനം ഉണ്ടാവില്ലോ, എങ്ങനത്തെ സന്താനമായിരിക്കും എന്നൊക്കെ പറയാം. വളരെ കൂടുതൽ നോക്കേണ്ടി വരും. കാരണം വ്യാഴം സ്വക്ഷേത്രത്തിലല്ലാതെ വ്യാഴം 5-ൽ നിന്നാൽ സന്താനം മുഖേന പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരകസ്ഥാനത്ത് ഉണ്ടാകും. കുഴപ്പമില്ല, കുട്ടികളുണ്ടാവില്ല. അതാണ് കാര്യം. ഇപ്പൊ എൻ്റെ മോൻ്റെ ജാതകത്തിൽ വൃശ്ചിക ലഗ്നമാണ്, 5-ൽ വ്യാഴം, മീനത്തിൽ വ്യാഴം, ക്ഷേത്രപരമരം. അതൊരു കുട്ടിയുണ്ട്. 1-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവില്ല. ആ കുട്ടിയായിരിക്കും. പക്ഷെ വേറെ കാര്യമാണ്, ഇപ്പോഴേ ധനുലഗ്നമായിട്ട് 5-ൽ വ്യാഴം എന്ന സംഗതി ബുദ്ധിമുട്ടായി. 5-ൽ വ്യാഴം എന്ന് പറയുമ്പോൾ മേടരാശി വരും. അപ്പോൾ 5-ാം ഭാവത്തിൽ കാരകൻ വ്യാഴം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഉണ്ടാവും.
അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ വ്യാഴത്തിൻ്റെ 5 നോക്കുക. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണേ ഒരു വഴി നോക്കിയാൽ പോലെ അല്ലേ. ഒരു കള്ളനെ പിടിക്കണമെങ്കിൽ ഒരു വഴിക്ക് പോയാൽ പോലെ, 4 വഴിക്ക് ഓടി നോക്കിയാൽ കള്ളനെ എവിടെയുള്ളത്. അപ്പോൾ കള്ളൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വഴികളും കൂടി പരിശോധിച്ചാൽ നമുക്ക് ചന്ദ്രനെ നോക്കണം, പിന്നെ വ്യാഴത്തിൻ്റെ നോക്കണം. അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ലെവലാണ്. നമ്മളത് പറഞ്ഞു വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരെ നോക്കണം, നമ്മൾ ആ ലെവലിൽ എത്തണം, അതാണ് ആവശ്യം. ഇതിൽ ഇനിയിപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ ഫലവും പറയാൻ പറ്റും. സൂര്യൻ പാപനാണെന്ന് നമുക്കറിയാം. സൂര്യനാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? എന്തായിരിക്കും? മനസ്സുഖം ഉണ്ടാവുമോ? മനസ്സമാധാന സുഖം ഉണ്ടാവുമോ? സുഖം കുറവായിരിക്കും, സംശയമില്ല. കുടുംബത്ത് സ്വസ്ഥത ഉണ്ടാവുമോ? കുടുംബത്ത് സ്വസ്ഥത ഉണ്ടാവില്ല. വീട്, അതായത് വസ്തു വീടൊക്കെ സൂര്യനാണ്. വീട് വിട്ട് പോകേണ്ടി വരുമോ? പോകേണ്ടി വരും. അതായിരിക്കും ഇയാൾക്ക് സന്തോഷവും, അല്ല സാറേ? അദ്ദേഹത്തിന് സന്തോഷം അത് തന്നെയായിരിക്കും. വീട് വിട്ട് പോകേണ്ടി വരും. പിന്നെന്താ? ബന്ധുക്കളായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കുമോ? നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. എന്തൊക്കെ ഗുണങ്ങൾ പറയാവോ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് എടുത്ത് പറഞ്ഞോളുക. ബന്ധുക്കളും ഭൂസ്വത്തുക്കളും കുറവുള്ളവനായിരിക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നയാളായിരിക്കും. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ അതൊക്കെ. മനസ്സുഖമില്ലാത്തവനായിരിക്കും. വീട് വിട്ട് താമസിക്കും. ഒരു ഗുണമുള്ളത് 4-ാമിടത്ത് സൂര്യൻ അന്തിമകാലത്ത് ജാതകന് ഗുണം ചെയ്യും. സൂര്യൻ അന്തിമകാലത്ത് ജാതകന് ഗുണം ചെയ്യും. നമ്മുടെ പുസ്തകത്തിലുണ്ട്. ഇനി വേറൊരു കാര്യം, ഈ 4-ാം ഭാവാധിപൻ ഏത് ഭാവത്തിൽ പോയി നിൽക്കുന്നു അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഫലം പറയാം. 4-ൽ ആര് നിൽക്കുന്നു, 4-ാം ഭാവാധിപൻ എവിടെ പോയി നിൽക്കുന്നു. അപ്പം 4-ാം ഭാവാധിപൻ അഷ്ടമത്ത് പോയി നിന്നാലും 4-ാം ഭാവം കുടുംബത്തിൻ്റെ അധിപനായ ഒരു ഗ്രഹം അഷ്ടമരാശിയിൽ പോയി നിൽക്കുകയാണെങ്കിൽ കുടുംബസുഖം ഉണ്ടാവും ഇല്ല. വീട് വിട്ട് വേറെ സ്ഥലത്ത് പോയി സെറ്റിൽ ചെയ്യാൻ പറ്റും. ആ നാട്ടിലായിരിക്കില്ല വീട് വിട്ട്. 4-ാം ഭാവം 9-ൽ പോയാലോ? 4-ആരാണ് കേന്ദ്രം. 1, 4, 7, 10. 9-ആരാ? 1, 5, 9 ത്രികോണം. അപ്പം കേന്ദ്ര ത്രികോണ ബന്ധം വന്നാലോ? 4-ാം ഭാവം 9-ൽ പോയാലോ? നല്ലതാണോ ചീത്തയാണോ? വളരെ നല്ലതാണ്. 4-ാം ഭാവം 10-ൽ പോയാലോ? വളരെ നല്ലതാണ്. കർമ്മരംഗത്തുകളും 4-ാം ഭാവം 11-ൽ പോയാലോ? ലാഭസ്ഥാനം, കുടുംബത്തിൽ ലാഭം, നേട്ടം, ഐശ്വര്യം അല്ലേ? 6-ൽ പോയാൽ പോയില്ലേ? 4-ാം ഭാവം 6-ൽ പോയാൽ കുടുംബസുഖം പോയില്ലേ? സുഖം പോയി. 6, 8, 12 രോഗരിപുരണമല്ലേ 6 എന്ന് പറയണത്. ഓ, അമ്മയ്ക്ക് അസുഖം വന്നാ പോരെ? അല്ല, അമ്മയ്ക്ക് വന്നാ പോരെ. സാധ്യതകൾ ഒരുപാടുണ്ട്. കുടുംബത്തില് ഒരു സ്വസ്ഥത ഇല്ലായ്മ, എന്തെങ്കിലും രോഗ, ദുഃഖ, ദുരിത, കടം. രോഗം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ദുരിതം ഉണ്ടാവും, കടം ഉണ്ടാവും. ഇതൊക്കെ പോയി 4, 6-ലും 6-ന്റെ ഫലം പറഞ്ഞാൽ മതി. എപ്പോഴും എല്ലാം ഉണ്ടാവണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓ, ഇതിൽ ഇത്രയും 10 കാര്യങ്ങൾ വരുന്നത് അതിൽ നമ്മൾ നടക്കാൻ ആ ജാതകനുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും? ലഗ്നമായിട്ട് നോക്കണം. ഇയാളുടെ ലഗ്നാധിപനുമായിട്ട് കണക്ട് ചെയ്ത് നോക്കണം. എല്ലാത്തിനും ആരാണല്ലോ ഉത്തരവാദി. നമ്മുടെ ലഗ്നാധിപൻ്റെ ബലം പോലെ ഇരിക്കും. ഇപ്പം ലഗ്നാധിപൻ 12 പോയി നിൽക്കുന്ന ഒരാൾ, അയാളുടെ 4-ാം ഭാവം മോശമാവില്ലേ? ഇല്ലേ? ലഗ്നാധിപൻ 2-ൽ പോയി നിൽക്കുന്ന ആളാണെങ്കിലോ കുടുംബത്തിൽ സുഖം ഉണ്ടാവും. അതും കൂടി നോക്കണം. ലഗ്നാധിപനെയും കൂടി ലഗ്നമായിട്ട് കണക്ട് ചെയ്യണം. ഈ ഭാഗത്തിൽ തമ്മിൽ കണക്ഷൻ വന്നാൽ മാത്രമേ അതിൻ്റെതായ ദുഃഖങ്ങളോ ദുരിതങ്ങളോ സുഖങ്ങളോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചോദിച്ചില്ലേ, കടം ഉണ്ടാവുമോ, ദുരിതം ഉണ്ടാവുമോ? അത് ലഗ്നാധിപൻ എവിടെ പോയി നിൽക്കുന്നു എന്നാലും മാത്രമല്ല എൻ്റെ അനുഭവം പറയണമെങ്കിൽ ഞാൻ എവിടെ നിൽക്കുന്നു നോക്കട്ടെ. അതിനനുസരിച്ചായിരിക്കും ഈ 6-ന്റെ ബുദ്ധിമുട്ടുകൾ. മനസ്സിലായില്ല? കാലദേശപാത്രത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഒരു കുട്ടിയുടെ ആണെങ്കിൽ നമുക്കറിയാലോ എന്തായിരിക്കാം സാധ്യത.
അതേപോലെ ഒരു പ്രായമുള്ള ആളാണെങ്കിൽ, Correct. ഒരു മധ്യവയസ്കനാണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ കാലപാത്ര ദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ ഇതെല്ലാം ഒരു ഇൻറ്റ്യൂഷൻ്റെ ഒരു റോളും കൂടി ഇതിലുണ്ട്. ഓക്കെ, നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുരുനാഥന്മാരെ ഒരുപാട് ക്ലാസ്സിൽ പഠിച്ചു കഴിയുമ്പോഴേ നമ്മളൊരു ജ്യോത്സ്യനാവുള്ളൂ. അല്ലെ ഒരു ക്ലാസ് പഠിച്ചുകൊണ്ട് ജ്യോത്സ്യനാവില്ല, ഇല്ലേ? ഇല്ലല്ലോ. ഒരുപാട് പഠിച്ചു കഴിഞ്ഞാലേ നമ്മളാവും. ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു രീതി വരും. ഒരിക്കലും പാടില്ല. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എവിടുന്ന് വന്നു എന്ന് നമുക്കറിയില്ല, നമ്മൾ എവിടെ പോകുമെന്ന് നമുക്കറിയില്ല, എങ്ങനെ വന്നു എന്നറിയില്ല, എങ്ങനെ പോകുമെന്ന് അറിയില്ല. അത് പഠിച്ചാൽ പിന്നെ എന്തിനും ഭയം, ഇല്ലേ? അതെ. എവിടുന്ന് വന്ന് സാറിന് വല്ല പേരുണ്ടോ? ഇല്ല. എങ്ങനെ വന്നോന്ന് അറിയോ? ഇല്ല. എങ്ങോട്ട് പോകുന്നറിയില്ല. ഇതിപ്പോൾ ഒരു സ്റ്റേജാണ്, ജീവിതം എന്ന് പറഞ്ഞൊരു സ്റ്റേജാണ്. ഇവിടെ വന്ന് ഇവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് അഭിനയിച്ച് അപ്പം പറയും കട്ടം താഴും, നമ്മളറിയാതെ കട്ടം താഴും. ഞാൻ ഭയപ്പാട് പറഞ്ഞ അതല്ല, എന്തിനാ ഇത് പഠിക്കുന്ന സാധനം ഒരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോഴേ ഇതിങ്ങനെ ചങ്ങല കൂടെ കണക്റ്റഡാ, റിലേറ്റഡാ. അപ്പൊ വരുമ്പോഴ് ഇത് ഒരിടത്തൊന്നും പോയി ബുദ്ധി നിന്നാ പോരാ, പല വഴിക്കൂടെ ചിന്തിച്ച് പല വഴി. അതിനാണ് ദൈവാധീനം എന്ന് പറയുന്നത്. സാറിന് പറഞ്ഞ ആ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി ദൈവാധീനം. അപ്പം നമ്മൾ ഒരാൾ ഒരു ജാതകം നോക്കാൻ വന്നു. ജാതകം നോക്കാൻ വന്നു കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് നാട്ടിൽ ജോലി ചെയ്യാനാണോ വിദേശത്ത് ജോലി ചെയ്യാനാണോ യോഗം എന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണം കഴിച്ച ഒരാളാണ്. ഭാര്യയുടെ ജാതകം നോക്കാം. ഭാര്യയ്ക്കും വിദേശ യോഗം ഉണ്ടെങ്കിൽ ഇവർക്ക് നമുക്ക് പറയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും വിദേശ യോഗം ഉണ്ട്, പുറത്ത് പോയിട്ട് ജോലി ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയാം. ഒരാൾക്ക് വിദേശ യോഗവും ഒരാൾക്ക് നാട്ടിൽ നിൽക്കാൻ യോഗമാണെങ്കിൽ ഇങ്ങനെ ഉണ്ട്. അവിടെ യു ടേക്ക് എ ഡിസിഷൻ. ഞാൻ ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് അന്യദേശത്ത് പോയി ജോലി ഇട്ട് കാശുണ്ടാക്കി കൊണ്ടുവരും. അതല്ല, രണ്ടുപേരും പോകാന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മുടെ യുക്തി, എല്ലാത്തിനും യുക്തിയാണ്. ജാതകം ഒരു ഇത് മാത്രമേ ഉള്ളൂ, സൂചന ഒരു ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളതിൽ അപ്സെറ്റ് ആവേണ്ട യാതൊരു കാര്യം ഇതിലില്ല. ജാതകം പഠിക്കുന്നതോടും നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുകയും അല്ലേ? അത് അപ്പം സൂര്യൻ നിന്നുള്ള എഫക്റ്റ് മനസ്സിലായല്ലോ. ഇനി ചന്ദ്രൻ നോക്കാം. ഓക്കെ, ചന്ദ്രൻ നമുക്കറിയാം ഒരു ശുഭനാണ് എന്നറിയാം. അപ്പോൾ ചന്ദ്രൻ നിന്നാൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വരിക എന്നും നമുക്കറിയാം. പക്ഷെ ഒരു വിഷയം അവിടെയുണ്ട്. എന്താ? അല്ല, പക്ഷപോലും അല്ല, കാരകത്വ ദോഷം. കാരകത്വ ദോഷം 4-ാം ഭാവം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഇതാണല്ലേ? അല്ലേ? ചന്ദ്രൻ്റെ വീടല്ലേ 4-ാം ഭാവം. അപ്പോൾ ഈ മനസ്സ് അമ്മയ്ക്ക് അമ്മ പ്രശ്നം. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മാതൃകാരകരാണ്. അപ്പോൾ 4-ാം ഭാവം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അമ്മയായിട്ടുള്ള സുഖം കുറയോ കൂടും? കുറയില്ലേ? കുറയും. അത് എങ്ങനെ വേണമെങ്കിലും ആവാട്ടോ. അതായത് ചിലപ്പം അമ്മയായിട്ടുള്ള ഭയങ്കര അറ്റാച്ച്മെന്റും ആകാം. അമ്മയെ പിരിഞ്ഞു നിൽക്കാം. അതെ, പിരിഞ്ഞു നിൽക്കാം. എപ്പോഴും എൻ്റെ മോനെ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കാം. മോനെ അടുത്തുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും. അതാണ് ഈ വിദേശത്തൊക്കെ പോയാൽ ചിലപ്പോൾ അമ്മ തിരിച്ച് വിളിച്ചുകൊണ്ട് വരും. വിളിച്ചുകൊണ്ട് വരും. അതേ സമയത്ത് ഒന്നിച്ച് തന്നാലോ അടി തീരെയില്ല. എവിടെയാണ്? അതെ. പക്ഷെ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്നാലോ അമ്മ അടിയില്ലെങ്കിലും ചെറിയ അവസരം. പക്ഷെ നമുക്ക് അമ്മയുടെ പല രീതികളും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ക്രിട്ടിസൈസ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അപ്പൊ അവസാനം പറയും ഈ അമ്മയെ കൊണ്ട് തോറ്റല്ലോ. അതേസമയത്ത് അമ്മയെ വിട്ട് നിൽക്കുകയാണെങ്കിലോ അയ്യോ പാവം എൻ്റെ അമ്മ ഒന്ന് കാണണ്ടേ, അമ്മക്ക് നമ്മളെ കാണണം. എവിടെ എത്തി? അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണത്. അതായത് അകന്ന അടുക്കും, അടുത്ത അകലും. അറ്റാച്ച്മെന്റ് കൂടും. പക്ഷബലമില്ലാതെയാണ്. അപ്പോൾ മനസ്സുഖം വളരെ കുറയും.
ഇയാളുടെ മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും കേട്ടോ. കാര്യം മനസ്സാണ് ചന്ദ്രൻ അറിയാലോ, ചന്ദ്രനൊരു വളരെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ്. പ്ലാനറ്റാണ് അത് തന്നെ. പ്ലാനറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും, മൂവബിൾ ആയിട്ടുള്ള പ്ലാനറ്റ് അല്ലേ. അതുകൊണ്ട് മനസ്സിന് ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഇമോഷണൽ ഇങ്ങനെ വൃദ്ധിക്ഷയുണ്ടല്ലോ, കറുത്ത പക്ഷം വെളുത്ത പക്ഷമായിട്ട് വരുമല്ലോ. അതിനനുസരിച്ച് നമ്മളുടെ സ്വഭാവത്തിലും രീതിയിലും എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും. ബാക്കിയെല്ലാം നല്ലതാട്ടോ. അതായത് നല്ല വീട്, നല്ല വാഹനം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ്. വിഷയം വരുന്നത് 2 കേസിലാണ്. ഒന്ന് മനസ്സിൻ്റെ ഒരു ഇൻസ്റ്റെബിലിറ്റി, അതായത് മനസ്സിലായില്ലേ, ഒരു ചന്ദ്രനെ പോലെ. 2 അമ്മയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ. റിസൾട്ട് ഇതൊക്കെയാണ്. മനസ്സിന് ബലമില്ലായ്മ ഉണ്ടാകും. കാര്യം ചന്ദ്രൻ വളരെ സോഫ്റ്റാണ്, അറിയാലോ. മാതാവിന് ദോഷമാണ്. കുടുംബകാര്യങ്ങളിൽ അപ്സ് ആൻഡ് ഡൗൺസ് കുടുംബകാര്യങ്ങളിൽ. കാര്യം കുടുംബമാണ് 4. സുഖവും സമ്പത്തും നന്നായിട്ട് അനുഭവത്തിൽ വരും. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല വീടുണ്ടാവും, റിലേറ്റീവ്സ്, നല്ല ബന്ധുബലം ഉണ്ടാവും, നല്ല കീർത്തി ഉണ്ടാവും. കാര്യം 4-ന്ന് 10 നോക്കുന്ന കാരണം നല്ല ഔദാര്യമുള്ള ആളായിരിക്കും. ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, അമ്മയായിട്ട് ഭയങ്കര സ്നേഹം ഉണ്ടാവും, പക്ഷെ അമ്മയായിട്ട് അകൽച്ചയും ഉണ്ടാകാം. വീടൊക്കെ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എല്ലാം, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഈ ഒരു വിഷയം മാത്രമേ അതിലുള്ളൂ. പിന്നെ അടുത്തത് ചൊവ്വ. ചൊവ്വക്കൊരു പ്രത്യേകതയുണ്ട്. ചൊവ്വ 4, അതായത് കർക്കിടകത്തിൽ നീചനാണ്. ചൊവ്വ ഒരു പാപനം കൂടിയാണ്. അപ്പം 4 ചൊവ്വ എന്നുള്ള റിസൾട്ട് നല്ല റിസൾട്ട് അല്ല. ഓക്കെ, വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ചൊവ്വ കർക്കിടകത്തിൽ 4 നിന്ന നീചനാണ്. പക്ഷെ കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വക്ക് നീചഭംഗ രാജയോഗമുണ്ട്. കർക്കിടകത്ത് ചൊവ്വ എന്നാൽ ചൊവ്വ നീചനാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ചൊവ്വക്ക് നീചഭംഗ രാജയോഗമുണ്ട്. അപ്പോൾ എന്താ, അതെപ്പോഴാണ് ഫലത്തിൽ വരിക? ഒരു 35 വയസ്സ് കഴിയും. ഒരു 30-35 വയസ്സ് വരിക, ചന്ദ്രദശ വരിക, അല്ലെ ചൊവ്വയുടെ ദശ വരിക. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വളരെ നല്ല ഫലം ഉണ്ടാവും. കുട്ടിക്കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ആള് തന്നെ ടോട്ടലി മാറി. ചൊവ്വയ്ക്ക് എപ്പോഴും നീചഭംഗം ഉണ്ടെന്ന് ഉറപ്പിക്കുക. ചന്ദ്രൻ്റെ വീട്ടിലല്ലേ, 4 ചന്ദ്രൻ്റെ വീടല്ലേ. അപ്പോൾ ചന്ദ്രൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചൊവ്വ നീചഭംഗം ഓട്ടോമാറ്റിക്. ചന്ദ്രൻ തന്നെയാണല്ലോ അധിപൻ. ആരാണോ ആ ചന്ദ്രകേന്ദ്രത്തിൽ വരണം എന്നാണ് ആരാ ഭാവാധിപൻ. ചന്ദ്രൻ തന്നെയാണ്. ഞാൻ തന്നെയാണല്ലോ. രണ്ടും ഞാൻ തന്നെ കുഴപ്പമില്ല. കുജനാണ് നിൽക്കുന്നെങ്കിൽ മനസ്സുഖം കുറവുള്ള ആളായിരിക്കും. വീട്, ബന്ധുക്കൾ, ഭൂസ്വത്ത്, മാതൃസുഖം ഇവ ഇല്ലാത്തവനായിരിക്കും. വാഹനങ്ങൾ മൂലം അപകടം ഉണ്ടാകാം. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളും കൂടിയാണ്. ചൊവ്വ എന്ന് പറഞ്ഞാൽ അപകടം കൂടിയാണ്. അപകടം ഉണ്ടാകാം. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് കുറവുണ്ടാകാം, ബ്രേക്ക് ആവാം വിദ്യാഭ്യാസം. കുടുംബകാര്യങ്ങൾ അശ്രദ്ധ ഉണ്ടാകാം. കുടുംബാംഗങ്ങളുമായി ശത്രുത ഉണ്ടാകാം. അതായത് ചൊവ്വയുടേതായ ആ ഒരു ആങ്കർ, അല്ലെങ്കിൽ ആ അഗ്രസീവായിട്ടുള്ള നേച്ചർ ഇയാളുടെ എല്ലാ കാര്യങ്ങളിലും കാണിക്കും. പക്ഷെ ഇയാൾക്ക് 4 ചൊവ്വ നിൽക്കുകയാണെങ്കിൽ വാഹനയോഗം, വാഹനം മുഖേന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അതെ, അപകടം. ചൊവ്വ അപകടത്തിൻ്റെ ആളാണ്. 4 വാഹനമാണ്. ഇതൊക്കെ പ്രോപ്പർട്ടി ഉണ്ടാകാം. കാര്യം ചൊവ്വ ഭൂമിയുടെ കാരകനായതുകൊണ്ടേ പ്രോപ്പർട്ടി ഉണ്ടാകും. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ കേസും വഴക്കൊക്കെ കൂടുതൽ. ഒരാളുടെ ജാതകത്തിൽ ചൊവ്വരശിയാണ്, വാഹനം മേടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ഇപ്പം മേടിക്കണം, ഇപ്പോഴും മേടിക്കണ്ട. അതെ. അപ്പോൾ കേതു, ചൊവ്വദശയിൽ കേതുവിൻ്റെ അപഹാരമാണെന്ന് വിചാരിക്കുക. വാഹനം മേടിച്ചാൽ എന്താ സംഭവിക്കുക? ആക്സിഡൻറ്റ് ഉറപ്പാണ്, ഇല്ലേ? ഉറപ്പാണ്. ചൊവ്വദശയിൽ കേതുവിൻ്റെ മകൻ, അല്ലെങ്കിൽ കേതു ദശയിൽ ചൊവ്വയുടെ മകൻ, അല്ലെങ്കിൽ കേതു ദശയിൽ ശനിയുടെ മകൻ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പറയും ഇത്ര പീരീഡ് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചു. മരണമൊക്കെ പറയാൻ നമ്മളാരാ? ആക്സിഡൻറ്റ് വരാനുണ്ട്, ആക്സിഡൻറ്റ് വരാതെ സൂക്ഷിക്കണമെന്ന് പറയാനേ നമുക്കുള്ള അധികാരമുള്ളൂ. നിങ്ങൾ ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് പറയാനുള്ള ഒരു ജ്യോത്സ്യനും ലോകത്തിലില്ല. പറയുന്നവരുണ്ടാവും, പക്ഷെ നിങ്ങൾ ഇന്ന സമയത്ത് മരിക്കും എന്ന് പറയാൻ പറ്റും. ഇന്ന സമയത്ത് മരണഭയം, മരണം വരെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറയാം. നിങ്ങൾ ഇന്ന സമയത്ത് മരിച്ചു എന്ന് പറയാനുള്ള യോഗ്യതയുള്ള ഒരു ജ്യോത്സ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല. അതല്ലല്ലോ അവരുടെ പണി.
ജ്യോത്സ്യൻ്റെ പണി മരിക്കുന്നുണ്ട് നോക്കാൻ. പിന്നെ വേറൊരു കാര്യമാണ്, ഒരു അമ്മ 95 വയസ്സായി, 99 വയസ്സായി, നമുക്ക് എഴുതിക്കാനും പറ്റില്ല, നടക്കാനും പറ്റില്ല, ഭക്ഷണം കഴിക്കാനും പറ്റില്ല, ഓർമ്മയില്ല. ഭക്ഷണം കഴിക്കും, കഞ്ഞിയാക്കിയിട്ടോ സൂപ്പാക്കിയിട്ടോ കൊടുത്താൽ കഴിക്കും, ഒന്നുമില്ല, ഇത് കിടക്കുകയാണ്. 5 കൊല്ലമായിട്ട് ഒരനുഭവം പറഞ്ഞ ഒരാൾ വിളിച്ചതാണ്. 5 കൊല്ലമായി അമ്മ തിരിച്ചു വരില്ല എന്ന് ഉറപ്പാണ്, മരിക്കുകയില്ല, എന്ത് ചെയ്യും? അപ്പോൾ അമ്മയ്ക്ക് ആത്മശാന്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് സ്വച്ഛന്ത മരണം ഇതിന് നമ്മൾ പ്രാർത്ഥിക്കും, ഇല്ലേ? അമ്മയെ നമുക്ക് ഈ അവസ്ഥയിൽ കാണാൻ പറ്റില്ല, ഈ അവസ്ഥയിൽ രക്ഷിച്ച് അമ്മ തിരിച്ചു വരില്ല. അപ്പോൾ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, പോയോ വന്നോ എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്കൊരു സമാധാനം കൊടുക്കണേ ഭഗവാനെന്ന് പ്രാർത്ഥിക്കും. അതിനാരെ പ്രാർത്ഥിച്ചാലാ പറ്റുക? പറയാം, അതിൻ്റെ ഇടയ്ക്കത് പറയാം. ശിവനെ പ്രാർത്ഥിച്ചാൽ മതി. ഈ ശിവഗണങ്ങളില്ലേ, ശിവഭൂതം, ഭാഷകൾ നന്നായിട്ട് അറിയാം. പിന്നെ ശിവഭൂതങ്ങൾ ഈ നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലത്തിനനുസരിച്ചിട്ട് മരിക്കാൻ സമ്മതിക്കാവുന്നൊരവസ്ഥയുണ്ട്. മരിക്കാൻ സമ്മതിക്കില്ല, ജീവൻ പോകാൻ പറ്റില്ല, ജീവനിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ശിവക്ഷേത്രത്തിൽ ഇവർ വൃത്തിജീവം കഴിക്കരുത്, പിന്നെ ഒന്നുകൂടി കഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനത്തെ ഒരു വൃത്തിജീവം കഴിക്കും, മിക്കവരും ചെയ്യുന്ന പണിയാണ് ഇത്. അപ്പോൾ ചെയ്യാൻ ഏറ്റവും നല്ല എളുപ്പം നല്ലൊരു നാളികേരം എടുക്കുക, അമ്മയുടെ തലക്ക് ദേഹത്തിൽ ഒഴിയുക, ശിവക്ഷേത്രത്തിൽ നമ്മൾ ദക്ഷിണ സൈഡ് ഈ ശിവഘടകളൊക്കെ ഒഴിഞ്ഞു പോയി സ്വച്ഛന്ത മരണം കിട്ടും. നമ്മൾ മരിക്കാൻ വേണ്ടിയല്ല, അമ്മയ്ക്ക് സ്വസ്ഥത കൊടുക്കാനാണ്, ദോഷം പോകാൻ വേണ്ടി. ഞാൻ ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അല്ല അമ്മയുടെ കാറ്റ് വരും, മോക്ഷപ്രാപ്തി കിട്ടി. അത് നമ്മൾ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളത് പുഷ്പാഞ്ജലി ഇല്ലേ, പിന്നെ അതിനേക്കാളും വലിയൊരു അഞ്ജലിയുണ്ട്, ബാഷ്പാഞ്ജലി. ബാഷ്പാഞ്ജലിയാണ് വളരെ എഫക്റ്റീവ്. ഭഗവാന്റെ മുമ്പ് പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, അതിനൊടുക്കുള്ള വേറെ ഒരു വഴിപാട്. ശരിയല്ലേ? ഇവിടെ ചൊവ്വ നിൽക്കുമ്പോഴും ജാതകന്റെ അമ്മയ്ക്ക് ഒരുപാട് കഷ്ടതകൾ ഉണ്ടാവും കേട്ടോ. ചെറുപ്പകാലത്ത്, ജാതകന്റെ ചെറുപ്പകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അമ്മക്കാണ് ബുദ്ധിമുട്ട്. ഇല്ല, നമ്മളിപ്പം ഇവിടെ 4 ചൊവ്വ നിൽക്കുന്ന കേസാണല്ലോ. കോമ്പിനേഷൻസ് ഒരുപാടുണ്ടാവും, ഓരോരുത്തരുടെയും ഓരോരോ ജനറലല്ലേ. നമ്മള് രാശി പോലും നമ്മൾ എടുക്കുന്നില്ലല്ലോ. ഈ ചൊവ്വ ക്ഷേത്രത്തിലാണെങ്കിൽ ഈ കഥയൊക്കെ മാറിയില്ലേ. 4 ചൊവ്വ നിൽക്കുന്നു, അവിടെ ചൊവ്വയിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നാലോ അതെ ഒന്നുകൂടി പുതിയതായി. വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നാലോ കാഠിന്യം കുറഞ്ഞു. അങ്ങനെ ഒരുപാട് കോമ്പിനേഷനെ പറ്റി നമ്മളിപ്പോൾ പറയണില്ല. കോമ്പിനേഷൻ വന്നാൽ വളരെയധികം ബുദ്ധിമുട്ട്. അല്ല, ശരിയുടെ നോക്കുകയാണെങ്കിൽ സംഗതി നോക്കാം, വളരെ ബുദ്ധിമുട്ടാണ്. സാറ് നേരത്തെ പറഞ്ഞില്ലേ ചൊവ്വയും കേതുവും കൂടിയൊക്കെ ആണെങ്കിൽ വാഹനത്തിൽ ആക്സിഡൻസ് ഒക്കെ പറഞ്ഞില്ല. അങ്ങനെ കോമ്പിനേഷൻസ് അനുസരിച്ച് ഇതെല്ലാം മാറും. കോമ്പിനേഷൻസ്, പ്ലേസ്മെന്റ് ഒക്കെ അനുസരിച്ചിട്ടേ, ഭാവാധിപത്യം, രാശി, ഇതൊക്കെ അനുസരിച്ച് ഇതെല്ലാം മാറും, എല്ലാം മാറും. നമ്മൾ ജനറലായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ജനറലായിട്ട് കാര്യം ഒരു തുടക്കം വേണമല്ലോ, ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടല്ലേ നമുക്ക് അതിൻ്റെ മേളിൽ കെട്ടിപ്പോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഫൗണ്ടേഷനായിട്ട് എടുത്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏത് രാശിയിൽ നിൽക്കുന്നു, ഏതാണ് ഭാവാധിപത്യം, ഉച്ചനാണോ നീചനാണോ, പിന്നെ ഈ പറഞ്ഞ ആരുടെ കൂടെ നിൽക്കുന്നു, ആര് നോക്കുന്നു, ഇതൊക്കെ വരുമ്പം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ജ്യോത്സ്യൻ്റെ പ്രധാനമായ കർമ്മം ഇങ്ങനെ വരാൻ ശ്രദ്ധിക്കണമെന്നല്ലാതെ ഇങ്ങനെ വരും എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ ഭർത്താവിന് ആക്സിഡൻറ്റ് വരും, ശനി കേതുവിൻ്റെ പകരം ആക്സിഡൻറ്റ് വരും എന്ന് പറയാനുണ്ടായി. ആക്സിഡൻറ്റ് വരാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറയൂ. വരും എന്ന് പറയാൻ നമ്മളാരുമില്ല, നമ്മൾ അതിനുള്ള യോഗ്യതയില്ല. വരാതെ ശ്രദ്ധിക്കണം. ഇന്ന പീരീഡ് മോശമായ സമയമാണ്, വല്ലതും ബാത്റൂമിൽ സ്ലിപ്പ് ചെയ്ത് വീഴുമോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാതിരിക്കുകയോ അങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ബി കെയർഫുൾ. നമ്മുടെ ജ്യോത്സ്യന് ഭയങ്കര ധർമ്മമുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം സംസാരിക്കും.
കുടുംബത്തിൽ സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല. ഇനി വീടുണ്ടെങ്കിലും എന്തെങ്കിലും ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ചൊവ്വ കേസും വഴക്കൊക്കെ ചൊവ്വയാണല്ലോ, അങ്ങനെയൊക്കെ വരാം. കള്ളന്മാര്, പോലീസ്, അങ്ങനെ വരാം. ലോൺ എടുത്ത് വീടായിരിക്കാം, ലോൺ അടക്കുന്നുണ്ടാവില്ല, പോലീസ് വന്ന് വീട് ഒഴിപ്പിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഇതുമായിട്ട് ബന്ധം. വീടിനെ ചൊല്ലി സഹോദരങ്ങളായിട്ടും കേസൊക്കെ വരാം. കാര്യം ചൊവ്വ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളും കൂടിയാണ്, അങ്ങനെയൊക്കെ വരാം. ഇനി ബുധനാണെങ്കിലോ, ബുധൻ ഒരു പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റാണ്. അതുകൊണ്ട് തന്നെ ബുധൻ 4 നിൽക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് 4 എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബുധൻ അവിടെ നിൽക്കുമ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ബുധനും വിദ്യാകാരകനാണ്. ബുധൻ എന്ന് പറയുന്നത് വിദ്യാകാരകൻ 4 നിൽക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസം ആകുമ്പോൾ 10 ദൃഷ്ടിയുള്ളത് കാരണം നല്ല കരിയർ നല്ലതായിരിക്കും. ഓക്കെ, പേര് പ്രശസ്തിയൊക്കെ 10-നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ പേരും പ്രശസ്തി. എനിക്ക് അതിനകത്തൊരു സംശയമുണ്ട്. ആ സാറേ, ഈ ചന്ദ്രനും ബുധനും അത് ശത്രുക്കളാണ്. ചന്ദ്രന് ശത്രുവില്ല, പക്ഷേ ബുധന്റെ ശത്രുവാണ് ചന്ദ്രൻ. അതെ. ചന്ദ്രന്റെ അച്ഛനാണോ ബുധനാണ്? ചന്ദ്രന്റെ ബുധന്റെ അച്ഛനാണ് ചന്ദ്രൻ. ബുധന്റെ അച്ഛനാണ് ചന്ദ്രൻ. അപ്പൊ ഈ 4 ഗുണം നിന്നാൽ ഗുണം പറയുന്ന ഇവിടെ തന്നെ കുറച്ച് ദോഷമുണ്ട്. മനസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ട്. മനസ്സിന് ഭയങ്കര ഡിസ്റ്റർബാണ്. അതായത് ചന്ദ്രന്റെ ഒപ്പം ബുധൻ നിൽക്കുമ്പോഴും ചന്ദ്രക്ഷേത്രത്തിൽ ബുധൻ നിൽക്കുമ്പോഴും ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 4 ബുധൻ നിന്നാലും അയാളുടെ മൈൻഡിനൊരു ഡ്യുവാലിറ്റി ഉണ്ടാവും, ഒരു ഉറപ്പില്ലായ്മ. ഒരു ഡ്യുവാലിറ്റി ഫീൽ ചെയ്യും. കാര്യം ഇപ്പം പറയണായിരിക്കില്ല പിന്നെ പറയണത്. അതായത് ചിലർ പറയുന്നത് OCD പോലെയുള്ള അസുഖങ്ങളില്ലേ സാർ, OCD, ബൈപ്പോളാർ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ, മനസ്സിലായി? ഇതൊക്കെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെയൊക്കെ ഒരു സൂചനയാണ് ഇത് 4 നിൽക്കുന്ന ബുധൻ, അല്ലെങ്കിൽ ചന്ദ്രനൊപ്പം നിൽക്കുന്ന ബുധൻ, അല്ലെങ്കിൽ ചന്ദ്രക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ. പക്ഷെ ഇവരുടെ കരിയറിലൊക്കെ ഭയങ്കരമാണ്. കരിയറിൽ ഭയങ്കരമാണ്, ഉന്നതന്മാരാണ്. പക്ഷെ മാനസികമായിട്ടൊരു പോരാ. ജോലിയിലൊന്നും ഇവരെ വെല്ലാൻ നമുക്ക് പറ്റില്ല. ജോലി ഇവർ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും, മനസ്സിലായോ? പെട്ടെന്നൊന്നും ഇപ്പം രസകരമാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഇടപെട്ടാൽ നിങ്ങൾക്കറിയാം. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചോ, അവരെ ചെന്ന് നമ്മളിപ്പോൾ കൗൺസിൽ ചെയ്യാൻ പോവുക അല്ലെങ്കിൽ സംസാരിക്കാൻ പോവുക ചെയ്താണ്ടല്ലോ, തിരിച്ച് ഇങ്ങോട്ട് കൗൺസിൽ ചെയ്ത് വിടും നമ്മളാ. അത് അത്ര ഇൻ്റലിജൻ്റ് ആയ ആൾക്കാർ, അവർക്കിത് മുഴുവൻ അറിയാം. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ടെന്ന് അവർ അംഗീകരിക്കില്ല. അവർക്ക് പ്രാക്ടിക്കലായിട്ട് പറ്റില്ല. സയൻറ്റിസ്റ്റാണ്, PhD എടുക്കും, ഇനിയും PhD എടുക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ അതിലൊക്കെ എടുക്കാൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ തിരിച്ചുവിടാനും പറ്റും. പക്ഷെ പേഴ്സണലി അവർക്കൊരു പേരാണ്. ഇവരെയും കൊണ്ട് നമ്മളിപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളോട് അങ്ങോട്ട് തിയറി പറഞ്ഞു കൊടുക്കും, മനസ്സിലായോ? എന്നിട്ട് ഇറങ്ങുമ്പോൾ പറയാം അയാൾക്ക് ഇന്ന് കുഴപ്പമുണ്ടെന്ന് പറയാം. കാര്യം അത്ര നോളജ് ഉണ്ട് ഇവർക്ക്. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് പറഞ്ഞിട്ടേ. അതായത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് സ്ഥാപിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അവർ തന്നെ അംഗീകരിക്കണം, ഓ എനിക്കൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. 4 ബുധനുള്ള ഒരാൾ എറണാകുളത്ത് വളരെ പ്രഗത്ഭനായ ഒരാളാണ്. അദ്ദേഹത്തിന് സൈക്കോ പ്രോബ്ലമുണ്ട്. പഠിപ്പിന്ന് പറഞ്ഞാൽ അത്ര ടോപ്പിൽ പ്രാക്ടിക്കലാണ്, ഡയറക്റ്റ് ടോപ്പിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളുണ്ട്. സൈക്കാട്രിക് മരുന്ന് കഴിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ടോപ്പാണ്, ലോകം മുഴുവൻ അറിയുന്ന അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ പറഞ്ഞു സൈക്കാട്രിസ്റ്റ് എടുത്തു. ഇദ്ദേഹത്തിൻ്റെ നോട്ടും തിയറിയും ഇത് മുഴുവൻ ഡോക്ടർക്ക് കൊടുത്തു. ഡോക്ടർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ട് ഇദ്ദേഹത്തിന് മെഡിസിൻ്റെ ആവശ്യമില്ല. എൻ്റെ അനുഭവമാണ്, ഞാൻ കൊണ്ടുപോയാണ്. പേര് പറയാൻ പറ്റില്ല, ഇത്രയുള്ള ബാക്കില്ല. ഡോക്ടർ കിളിയെ പോയി ഇദ്ദേഹത്തിൻ്റെ ആ മുഴുവൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഈ പേപ്പറൊക്കെ ഫയലൊക്കെ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ നോളജും അദ്ദേഹം ഉണ്ട്. അങ്ങനെയൊന്നും ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ബുദ്ധി കൂടിയതിൻ്റെ ലൈഫിൽ പരാജയം. ലൈഫിൽ കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള, അതായത് മനസ്സിലായില്ലേ, വ്യക്തിപരമായ റിലേഷൻഷിപ്പിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. കാര്യം ചന്ദ്രൻ ഇമോഷൻസ് ആണല്ലോ, വൈകാരിക ബന്ധങ്ങളാണല്ലോ. അപ്പോൾ അവിടെയാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുക. ബാക്കിയെല്ലാം നല്ലതാണ്. അല്ല, അത്രയും സോഷ്യലാണ്, എല്ലാവരും സഹായിക്കുന്ന ആളാണ്,
എല്ലാ നോളജും ഉണ്ട്. പക്ഷെ പുള്ളിക്ക് ലൈഫിൽ ഗ്രോത്തില്ല. ഉന്നത വിദ്യാഭ്യാസ യോഗ്യത, കീർത്തിമാൻ, ഉന്നത വിദ്യാഭ്യാസമുള്ള പൂർവികർ, ഇത് മുഴുവനുണ്ട്. സർവസമ്മതൻ, മാതൃസ്നേഹി, മാതൃഭക്തനുമായിരിക്കും, ശാന്തമായ പ്രകൃതം, എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉള്ള ആളാണ്. ഇതൊക്കെ ഉള്ള ആളാണ് ഞാൻ പറഞ്ഞത്. മൈൻഡ് നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും അറിയാൻ പറ്റത്തില്ല. അവരുമായിട്ട് ഇമോഷണൽ റിലേഷൻഷിപ്പിൽ വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഇരിക്കും. ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മളോട് എന്ന് പറയാം ഒരു രക്ഷയില്ലെന്ന് പറയും ആളെ കൊണ്ട്. നമ്മൾ നോക്കുമ്പോൾ എത്ര നല്ല സ്വഭാവം, എന്താ ഇങ്ങനെ പറയണേന്ന് നമുക്ക് തോന്നിപ്പോ, എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയുന്നു. പക്ഷെ സംഗതി കൂടെ കിടക്കണമല്ല രാപ്പനി അറിയുള്ളൂ. കണ്ട് പിടിക്കാൻ പറ്റും, പക്ഷെ സമ്മതിക്കില്ല. സമ്മതിക്കട്ടെ. ബുദ്ധിയുള്ളവരല്ലേ, ഭയങ്കര ബുദ്ധിയുള്ളവരല്ലേ. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരതിനെ കൗണ്ടർ ചെയ്യും. ഇത് അമ്മ നല്ല ഇൻ്റലിജൻ്റ് ആയിരിക്കും കേട്ടോ. കാര്യം 4 നിൽക്കുന്ന ബുധന അമ്മ വളരെ നല്ല ഇൻ്റലിജൻറ്റ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളും ഒക്കെ ആയിരിക്കും. അത് ബുധൻ അഫ്ലിക്റ്റഡും കൂടിയാണെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലോട്ട് പോകും. ഇനി അടുത്തത് നമ്മുടെ 4 വ്യാഴം. 4 വ്യാഴം അറിയാലോ, ഉച്ചനാണെന്ന് അറിയാലോ. കർക്കിടകത്തിൽ വ്യാഴം ഉച്ചനാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതെല്ലാം നല്ലതായിരിക്കും. മാതൃസ്ഥാനം നല്ലത്, നല്ല സുഖം, നല്ല കുടുംബം, നല്ല ഭൂമി, വസ്തു, വാഹനം, നല്ല വിദ്യാഭ്യാസം, മനസമാധാനം, നല്ല ബന്ധുക്കൾ, നല്ല സുഹൃത്തുക്കൾ, നല്ല ഭാര്യ, കുട്ടികൾ, എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടോ, അതായത് ഭൗതികമായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ജ്ഞാനം ഉണ്ടാവും. കാര്യം 4 എന്ന് പറയുന്നത് വെറും എഡ്യൂക്കേഷൻ, അത് ഉന്നത വിദ്യാഭ്യാസം തരമില്ല. അതുമാത്രമല്ല, നമ്മൾ ഈ ഗീത പഠിക്കുക അങ്ങനത്തെ കുറെ പരിപാടികളുണ്ടല്ലോ നമുക്ക്, ആത്മീയമായിട്ടുള്ള സാധനങ്ങളില്ലേ, ഭാഗവതം വായിക്കുക, ഗീത, അങ്ങനത്തെ സംഗതികളില്ലേ, അതൊക്കെ വരുന്നത് 4ലാണ്. അപ്പം ഇവർക്ക് എന്ത് പറ്റും, ഇവർക്ക് നല്ല ജ്ഞാനവും കൂടി ഉണ്ടാവും. അപ്പോൾ അതൊരു ഫസ്റ്റ് ഡോറുമാണല്ലോ, സ്വാധ്യായമാണല്ലോ ആദ്യം തുടങ്ങണേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കഴിവും കൂടി അവർക്കുണ്ട്. അപ്പം ടോട്ടലി നല്ല റിസൾട്ടാണ്. അതുപോലെ ഇവർക്ക് ബഹുമാനാർജിതരായ പൂർവികർ, നല്ല കുടുംബം, ഈശ്വരവിശ്വാസി, വിദ്യാഭ്യാസ രംഗത്ത് കീർത്തി, സമ്പത്ത്, സൗഭാഗ്യം, കീർത്തി, ഗൃഹസൗഖ്യം ഒക്കെ ആ ടെക്സ്റ്റിലുണ്ട് കേട്ടോ, സാറിൻ്റെ ടെക്സ്റ്റിലുണ്ട്. സൽകളത്രം ഇവ ഉണ്ടാകും. ജാതകൻ സദാചാര നിരതനും ധർമ്മശീലനുമായിരിക്കും. ശത്രുക്കളെ തോൽപ്പിക്കും. പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കാനും ലൗകിക അഭിലാഷങ്ങൾ നേടിയെടുക്കാനും കഴിയും. അമ്മ വളരെ റിലീജിയസ് ആയിരിക്കും. 4 എന്ന് പറഞ്ഞാൽ വീടാണ്. വീട്ടിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വ്യാഴം ഓൺലൈൻ ഇരിക്കണം, അപ്പോൾ വീട്ടിൽ കാണാം. പിന്നെ 4 വ്യാഴം ഇരിക്കുന്നവർ വീടൊരു അമ്പലമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയാറ്. ഇവർക്കൊരു കുഴപ്പമുണ്ട്. ഇവർ അവിടുന്ന് ഇവിടുന്നൊക്കെ മറ്റേ വിഗ്രഹവും അതും ഇതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാനും, മനസ്സിലായ, പൂജ തുടങ്ങാനൊക്കെയുള്ള സാധ്യത ഉണ്ടെന്ന് പറയണം സാറേ. അത് ബുദ്ധിമുട്ടാണ്, ചെയ്യരുത്. ആണോ? നമ്മളൊരിക്കലും നല്ലൊരു ഹാർഡ് വർക്കറാണ്. ഭാര്യ എഞ്ചിനീയർ ആണെങ്കിൽ ഈ പുള്ളിയാണ് ഈ വണ്ടിയുടെ പഞ്ചറ കൂട്ടിക്ക് ആ പരിപാടി പുള്ളി സ്നേഹിച്ച് കിട്ടിയതാണ്. അമ്മയുടെ ചേച്ചിയുടെ മോളാണ് സ്വന്തം. അങ്ങനെ കല്യാണം കഴിഞ്ഞതാണ്. ചേച്ചിയുടെ മോളാ. മൊത്തത്തിലൊരു 4-ാം ഭാവം കാണുന്നുണ്ടല്ലോ. ചേച്ചിയുടെ മോളെ കിട്ടിയിരിക്കുന്നത്. ചേച്ചിയുടെ മോള്. അത് മാറി സഹോദരിയല്ലേ അമ്മയുടെ ചേച്ചിയുടെ മോള്? സഹോദരിയല്ലേ? പുള്ളിക്കാരി പഠിക്കാൻ വേണ്ടി ആലപ്പുഴ കൊണ്ട് നിർത്തി പറ്റും. അപ്പൊ പിന്നെ അമ്പലം പണിതിൽ കൊച്ചൊരു പഠിക്കുകയും ചെയ്യും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു അതെന്തുകൊണ്ടാന്ന് പറയാൻ പറ്റില്ല. ബയോളജിക്കൽ രക്തബന്ധം. നമ്മുടെ സാധാരണ ബന്ധുക്കൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ ഉണ്ടല്ലോ, അനുഭവം ഉണ്ടല്ലോ ഇവിടെ.
അനുഭവം ഉണ്ടല്ലോ. പിന്നെ ഈ ബ്രാഹ്മിൻസ് സാധാരണ കല്യാണം കഴിക്കുമ്പോൾ ഗോത്രം നോക്കും. നമ്മുടെയൊക്കെ മാരേജ് ബ്യൂറോയിൽ പോയാൽ ഏതാ ഗോത്രം എന്ന് ചോദിക്കും. അപ്പം ബ്രാഹ്മിൻസ് സെയിം ഗോത്രത്തിൽ കല്യാണം കഴിക്കല്ലോ. തമിഴ്നാട്ടിലെ ഗോത്രം എന്തുകൊണ്ടാണ്? കാരണം അതെ, എല്ലായിടത്തും മിക്ക മാരേജ് ബ്യൂറോ എല്ലാ മാരേജ് ബ്യൂറോയും ഗോത്രം ജോലി അതാണ് ഗോത്രം. അപ്പോൾ ആ ഗോത്രത്തിൽ കല്യാണം കഴിച്ചാൽ, രക്തബന്ധമുള്ള കല്യാണം കഴിച്ചാൽ മക്കളുടെ കാര്യത്തിന് ബുദ്ധിമുട്ടായി. അത് അനുഭവിച്ച ആളാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. യാതൊരു മടിയുമില്ല. ഉറപ്പെട്ടാണ്. കുഴപ്പമില്ല. മക്കള് എല്ലാം രണ്ട് വഴിക്ക് ഒരാൾ പോയി ഒരാളുള്ളതും ഇല്ലാത്തതും തുല്യമാണ്. ഉള്ളതാണ് ബുദ്ധിമുട്ട്. ഇപ്പം കണ്ടില്ലേ, നമ്മൾ ചെക്കെഴുതി കൊടുത്തിട്ടില്ലേ? സെയിം അനുഭവമാണ്. അനുഭവം മാറ്റം. ഇത് കൈയല്ലേ, എൻ്റെ കൈയല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിലാണ്. അതുകൊണ്ട് കഴിയുന്നതും ബന്ധുജനങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളായിട്ട് യോജിക്കാൻ പറ്റാത്ത, ഇന്നത്തെ കാലത്ത് ജാതിയൊക്കെ ഒന്നും ഇല്ലെങ്കിലും അങ്ങനത്തെ ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വളരെ ഉന്നത ലെവലിലെത്തും. ഒരു തരത്തിലും നമ്മളായിട്ട് രക്തബന്ധം വരാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കുട്ടി വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും. എന്താ ഇൻ്റലിജൻ്റ്? കാരണം നമ്മൾ ഒരിക്കലും ആ ഫാമിലിയായിട്ട് നമ്മൾ അടുക്കാനോ വളരെ മിശ്രമാണ് ഏറ്റവും നല്ലത്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ പാടില്ല. ഈ സാധാരണ കല്യാണം കഴിച്ച് കുട്ടികളാവുന്നതും ഈ ഇതല്ലേ എന്താ പറയുന്നത്, ബലാത്സംഗം ചെയ്യുന്ന കുട്ടികളില്ല. സാർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബലാത്സംഗം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ധാരാളം അറിയാൻ വേണ്ടിയില്ലേ പറഞ്ഞു. റെക്കോർഡ് ചെയ്യണം. നമ്മുടെ ധാരാളം കേൾക്കട്ടെ. ജാരസന്തതി എന്ന് പറയുന്നില്ലേ, ആ കുട്ടി വളരെ മിടുക്കരായിരിക്കും. ആ ബലപ്രയോഗത്തിലൂടെ പിടിച്ചുകൊണ്ടേ ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാൻ വളരെ പോസിബിലിറ്റിയാ. പെട്ടെന്ന് കുട്ടി ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ 10 കൊല്ലം കല്യാണം കഴിച്ച് കുട്ടിയില്ലാത്ത ഒരാള് കുട്ടി ഉണ്ടാവും. ആത്മീയത ബന്ധവും ഭയങ്കര പവർഫുള്ളായിരിക്കും. ഇത് റെക്കോർഡ് ശരിക്കല്ല, നമ്മൾ ഇത് പഠിപ്പിക്കല്ലേ. ബലപ്രയോഗത്തിലല്ലേ കുട്ടിയെ സ്വീകരിക്കുന്ന സമയത്ത് മാതാവിന്റെ മനസ്സ്, മഹാഭാരതത്തിലൊക്കെ പറയുന്നു. ഇപ്പൊ ഈ ഭീഷ്മര് മഹാഭാരതത്തില് പറയുന്നുണ്ട്, ഈ പാണ്ഡുവും ധൃതരാഷ്ട്രവും വിതുരരും, ഇവര് 3 പേരിലും പാണ്ഡുവും ഇത് ആദ്യം അതിലല്ല, ഈ വിതുരരുണ്ടായിരിക്കുന്നത് അവിടുത്തെ ഒരു ദാസിയിലുണ്ടായ പുത്രനാണെന്ന് പറഞ്ഞു. പക്ഷെ ആ പരാശര മഹർഷിയിലാണുള്ളത്. പരാശര മഹർഷിയിലെ വ്യാസ മഹർഷി ഈ കുടുംബത്തിന്റെ കുല നിന്ന് പോകുന്ന സമയത്ത് ഈ അപ്പൊ അവരുടെ മാതാവിന്റെ പേര് ഞാൻ മാതാവിന്റെ പേരെന്തായിരുന്നു? വ്യാസമഹർഷിയുടെ മാതാവാണ്. ആ മാതാവിന്റെ കുടുംബം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി വ്യാസമഹർഷിയെ വിളിച്ച് അതായത് ഭീഷ്മരെ കല്യാണം കഴിക്കില്ല എന്നുള്ള ഡിസിഷൻ എടുത്തപ്പോഴാണല്ലോ അടുത്ത അന്യം നിന്ന് പോകാതിരിക്കുന്നത്. അപ്പൊ ഈ ആദ്യം വന്ന 2 പേരും ധൃതരാഷ്ട്രവും പാണ്ഡുവും 2 പേരെയും ആ സ്വീകരിച്ചത് ഈ വ്യാസമഹർഷിയുടെ രൂപവും പോലെ ഇതൊക്കെ കണ്ടിട്ട് അക്സെപ്റ്റൻസ് ആയിട്ടല്ല സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ മൂന്നാമത് വന്ന ഒന്നും കൂടി ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ അവര് ദാസിയെ പറഞ്ഞു വിടുകയായിരുന്നു. പറഞ്ഞു ആ ദാസി വന്ന് വളരെ മനസ്സോടുകൂടി ആ സ്വീകരിച്ചെന്ന് പറഞ്ഞു. ആ സ്വീകരിച്ചാണ് ഈ നമ്മുടെ വിതുരർ വിതുരര് അതിൽ ഏറ്റവും അറിവും ഇതുള്ള ആളായിട്ട് വന്നു. പക്ഷെ പാണ്ഡു അല്പായുസായി പോയതും ധൃതരാഷ്ട്രർ കണ്ണടച്ചപ്പോ അന്ധനായി പോയെന്നുള്ള കൺസെപ്റ്റ് പറയുന്നത് ശരിയാണ്. നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ പറ്റി കുറ്റം പറഞ്ഞല്ല,
വ്യക്തിയെ പറ്റി നല്ലത് പറയുന്നത്. ഇറ്റ്സ് എ കോമൺ ഇഷ്യൂ. നല്ലത് കേട്ട് നല്ലത് പഠിച്ചാൽ അവർക്കൊക്കെ ബുദ്ധി വരട്ടെ, നല്ലത് വരട്ടെ. നമ്മൾ ലക്ഷ്യം അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്താനോ ഒരാളെ വലുതാക്കാനോ വല്ലതുമല്ല. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും ജനറൽ നോളേജ് വരട്ടെ, അത്രയേ ഉള്ളൂ. മഹാഭാരതം പറയുക രാമായണം പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അവിടെ ഈ ചിത്രസേനന്റെയും വിചിത്രവീര്യന്റെയും ഭാര്യമാരാണ് ഇവര്. അപ്പം ഈ വ്യാസൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പരാശര മഹർഷിയിൽ ഇവരുടെ അമ്മയ്ക്കുണ്ടായ പുത്രൻ തന്നെയാണ്. അവിടെ ബലപ്രയോഗമല്ല, അവര് ബില്ലിംഗ് ആണ്, പക്ഷെ അവർക്ക് മാനസികമായിട്ട് അയാൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം വ്യാസൻ കാഴ്ചയിൽ വളരെ വിരൂപനായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരാൾ കണ്ണടയ്ക്കും, അതായത് ഒരാൾ വ്യാസനെ സ്വീകരിക്കുമ്പോൾ ബന്ധപ്പെടുമ്പോൾ കണ്ണടയ്ക്കും. അതുകൊണ്ട് വ്യാസം പറയും കണ്ണടച്ചത് കാരണം ഇവൻ ഉണ്ടാകുന്ന പുത്രന് കാഴ്ചയില്ലാണ്ട് പോട്ടെ എന്ന് പറയും. അങ്ങനെയാണ് ധൃതരാഷ്ട്ര കാഴ്ചയില്ലാണ്ടാവണേ. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കാണുമ്പോൾ തന്നെ വിളറി അങ്ങ് വെളുത്തു. അപ്പോൾ പാണ്ഡവോട് കൂടിയാണ് ജനിക്കുന്നത്. അല്പായുസാവുന്നത് അതുകൊണ്ടല്ല, അതിന് വേറെ ശാപം പുറകിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പാണ്ഡവോട് കൂടി ജനിക്കുന്നത്. അങ്ങനെയാണ് ആ രണ്ട് പുത്രന്മാർ. പക്ഷേ ദാസി ഈ പറഞ്ഞ പോലെ പരിപൂർണമായിട്ടുള്ള മനസ്സോടുകൂടി സ്വീകരിക്കും. അങ്ങനെ വിതുരരുണ്ടാകും. വിതുരർക്കാണ് എല്ലാം അറിയാവുന്ന സത്യത്തിൽ. ജ്ഞാനിയായ ഒരാൾ വിതുരർ മാത്രമായിരുന്നു. വിതുരർക്ക് മാത്രമേ ഞാനും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ദാസീപുത്രനായത് കാരണം രാജാധികാരം കൊടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ വിതുരർ രാജാവായി പോയാനെ. ദാസീപുത്രൻ ഒരാൾ ഒരു സ്ത്രീ ഗർഭിണിയായാൽ നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല ബുക്ക് വായിക്കണം, നല്ല ആചാരങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം എന്താ? അത് മുഴുവൻ ഗർഭിണിയായിരിക്കും ഗർഭസ്ഥ ശിശു പഠിക്കാൻ വേണ്ടിയാണ്. ശിശു നല്ല കുട്ടികൾ ജനിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവ രീതികൾ, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ഊഷ്മളമായ ബന്ധം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയും അർജുനൻ്റെ കുട്ടിയുടെ കാര്യം കഥയില്ലേ, അഭിമന്യു മറ്റേത് കണ്ടുപിടിച്ച എങ്ങനെയാ? വയറിന്ന് ഗർഭസ്ഥ സമയത്ത് കണ്ടുപിടിച്ചിട്ടാണ് വന്നത്, കർത്തവ്യൂഹം. അപ്പോൾ അത്രയധികം സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. അതേപോലെ ഗർഭത്തിലിരുന്ന് ജ്ഞാനം കിട്ട വേറൊരാളും കൂടിയുണ്ട്, പ്രഹ്ലാദൻ ഗർഭത്തിലിരിക്കുമ്പോഴാണ് നാരായണ നാമം കേൾക്കുന്നത് നാരദരിൽ നിന്ന്. അപ്പം വ്യാഴമാണെങ്കിൽ എല്ലാം കൊണ്ടും നല്ലതാണ്. അമ്മ വളരെ റിലീജിയസ് ആയിട്ടുള്ള അമ്മയായിരിക്കും. ഈ പറഞ്ഞ പോലെ എല്ലാം വലുതായിരിക്കേ, വലിയ വാഹനം വാങ്ങിക്കാം, ഓക്കെ, വലിയ കുടുംബം, വലിയ വീട്. കാര്യം വ്യാഴം വലുപ്പത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, എക്സ്പാൻഷനാണ് വ്യാഴം. അതുകൊണ്ട് എല്ലാം എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, എല്ലാത്തിനും ദൈവാധീനം ഉണ്ടാവും. ദൈവാധീനം. ഇനി ശുക്രനാണെങ്കിലോ? ശുക്രന് വളരെ പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റാണ്. ഇതുപോലെ തന്നെയാണ് റിസൾട്ടൊക്കെ. വാഹനം ശുക്രനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, വീട് ശുക്രൻ്റെ ആണ്, പിന്നെ ഭാര്യ ശുക്രൻ്റെ ആണ്, എല്ലാം സുഖം. അതെ, പിന്നെ വിദ്യാഭ്യാസം, ഉദ്യോഗം, കാര്യം 10 നോക്കുമല്ലോ. പിന്നെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഉറച്ച പിന്തുണ ലഭിക്കുന്നവനായിരിക്കും, ഒരുപാട് ധനം കിട്ടുന്ന ആളായിരിക്കും, നല്ല ഭംഗിയുള്ള വീടായിരിക്കും, ബന്ധുക്കൾക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു ലീഡറായിരിക്കും, ബന്ധുക്കൾക്കൊക്കെ ഒരു നേതൃത്വം നൽകുന്ന ആളായിരിക്കും, നല്ല ഉപദേഷ്ടാവായിരിക്കും, പ്രസിദ്ധനായിരിക്കും, ഭയമില്ലാത്തവനുമായിരിക്കും. പിന്നെ എല്ലാത്തിനും ഒരു താല്പര്യം കാണും. ഈ കംഫർട്ടാണല്ലോ, മൊത്തത്തിൽ സുഖമാണല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് പെർഫ്യൂം അടിക്കുക, ഭംഗിയായിട്ട് നടക്കുക, വീടൊക്കെ നല്ല മോടി പിടിപ്പിക്കുക, അങ്ങനെ മൊത്തത്തിൽ ലൗകികമായിട്ടുള്ള എല്ലാ സുഖങ്ങളും ഉണ്ടാവും. വ്യാഴം വലിയ വണ്ടിയാണ് വാങ്ങിക്കണമെങ്കിൽ ശുക്രൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ ഷോ ഉള്ള വാഹനമൊക്കെ ആയിരിക്കും വാങ്ങിക്കണത്. നെഗറ്റീവ് പ്ലേസ്മെന്റ് അനുസരിച്ച്, അതായത് ശുക്രൻ 4 പക്ഷെ നീചത്തിലൊക്കെയാണ് പോയെങ്കിൽ തീർന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ശുക്രൻ വേറൊരാളുടെ കൂടെ യോഗം ചെയ്ത സംഗതി മാറി. അതെ, യോഗം ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വേറൊരാളുടെ കൂടെ ഒന്നും ചെയ്ത സംഗതി മാറി. ഞാനൊരു നല്ല മനുഷ്യനാണ്, പക്ഷെ ഞാൻ ആരെ കൂടെ നടക്കുന്നത് അനുസരിച്ചിട്ടാണ് എൻ്റെ ബന്ധം വരുന്നത്, അല്ലേ? യോഗം ആ ശത്രുവായിട്ട് യോഗം ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ശുഭനുമായിട്ട് യോഗം ചെയ്താൽ, രാഹുവായിട്ട് യോഗം ചെയ്താൽ കുഴപ്പം പറയാൻ പറ്റില്ല. പല കാര്യത്തിനും നല്ലതാണ്. രാഹുവിനൊരു കുഴപ്പക്കാരനായിട്ട് കാണേണ്ട കാര്യമില്ല. ഇല്ല, കുഴപ്പക്കാരനാകാം, പക്ഷെ കുഴപ്പക്കാരനല്ല. രാഹു ദശയിലാണ് ഒരുപാട് ധനസമ്പാദനം. പിന്നെ ഫിലിം ഫീൽഡിൽ ഡെവലപ്പ് ചെയ്ത് രാഹു ശുക്രൻ്റെ യോഗത്തിലാണ് സിനിമ നായകനൊക്കെ ആവുന്ന നടനായിട്ട് നായകനൊക്കെ ആവുന്ന രാഹു ദശയിൽ ശുക്രൻ്റെ മകനം.
അല്ലെ ശുക്രദിശയിൽ രാഹുവിൻ്റെ അപകാരം. രഹസ്യ സ്വഭാവം ഉണ്ടാവില്ല. എന്താ ഇവർക്ക് രഹസ്യ സ്വഭാവം ഉണ്ടാവില്ല. രഹസ്യ സ്വഭാവം ഉണ്ടാവും. പലതും മറച്ചു വെച്ചിട്ടായിരിക്കും. പക്ഷെ ചില കാര്യത്തിന് രഹസ്യ സ്വഭാവം നല്ലതാണ്. രഹസ്യ സ്വഭാവം പാടില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ മാത്രമേ അത് ഉൾക്കൊള്ളുള്ളൂ. ചിലർ എന്നെ കളിയാക്കും അല്ലേ, എനിക്ക് ബോധമില്ലാതെ ഇവരില്ലാതെ മനുഷ്യനും. അപ്പോൾ നമ്മൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടടുത്ത് മാത്രമേ പറയാൻ പാടുള്ളൂ. അങ്ങനെ രാഹു യോഗം ചെയ്തുകൊണ്ട് ഒരിക്കലും ചീത്ത എന്ന് പറയാൻ പാടില്ല. ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ കുജയോഗം പ്രശ്നമില്ല. ഇതാ കുജയോഗം നിന്നാലേ കുജയോഗം നല്ലതല്ല. കുജയോഗം നല്ല കിട്ടുള്ളൂ. അപ്പം യോഗം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചാപ്റ്ററാണ് യോഗം ചെയ്തത്. ദൃഷ്ടി യോഗം ഒക്കെ ഇത് ഒറ്റയ്ക്ക് നല്ല ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതേസമയത്ത് നാലിന് ഈ വ്യാഴം ശുക്രൻ നെയ്യത്ത് പോയി പറഞ്ഞ ഫലങ്ങളൊന്നും ഉണ്ടാവില്ല. തുടങ്ങാം. നാലിലാണ് ഈ ശുക്രൻ ഈ പറഞ്ഞ പോലെ മോശമാണെങ്കിലേ നമ്മുടെ സുഖം എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറിപ്പോകും. ഏത് കാര്യത്തിൽ നമുക്ക് സുഖം കിട്ടണമെന്ന് മാറിപ്പോകും. നെഗറ്റീവ് കാര്യത്തിലായിരിക്കും. കാര്യം പല സുഖങ്ങൾക്ക് പല രീതിയിലുണ്ടല്ലോ സുഖങ്ങൾ. ശുക്രൻ നീചത്തിലാണ്, നാലിലുമാണ്, അഫ്ലിക്റ്റഡ് ആണ്, നാലിലും ഈ സുഖത്തിൻ്റെ ഡെഫിനേഷൻ അങ്ങ് മാറിപ്പോകും. അത് നമ്മൾ ഊഹിച്ചാൽ മതി. ഇല്ലാന്ന് പറയുന്ന സുഖം ഉണ്ടാവും. അതെ, സുഖം ഉണ്ടാവും. ഏത് രീതിയിലുള്ള സുഖമാണെന്നാണ്. സുഖം കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതെ. ഇനി ശനിയാണെങ്കിൽ അറിയാം പാപനാണ്. കാര്യങ്ങളെല്ലാം വീണ്ടും റിവേഴ്സ് ആവുന്നു. അതായത് കുടുംബം, ദാരിദ്ര്യമുള്ള കുടുംബം. ശനി ദുഃഖകാരകനാണ്. ദാരിദ്ര്യമുള്ള കുടുംബം. വിദ്യാഭ്യാസമാണെങ്കിൽ അതും ശുഷ്കിച്ച വിദ്യാഭ്യാസമായി പോവും. ഈ പറഞ്ഞ പോലെ വാഹനവും ഗൃഹമൊക്കെ നാലാണല്ലോ. അതുമൂലമുള്ള നഷ്ടങ്ങൾ ഇതൊക്കെ ശനീനെ കൊണ്ട് പറയാം. പാപ്പരത്വം, വിദേശവാസം, വീട് വിട്ടു പോകാനുള്ള ഒരു സാധ്യത, ഏകാന്തവാസം പറയുന്നുണ്ട് ഇതിൽ 4 ശനിക്ക്. ഏകാന്തവാസം പറയുന്നുണ്ട്. ജയിലാക്കാം, വേണമെങ്കിൽ വീട് ജയിലാക്കാം അല്ലേ, അല്ലെ ജയിൽ വീടാക്കാം, തിരിഞ്ഞു പോയി. വീട് തടങ്കലാവുന്ന അവസ്ഥയിൽ തടങ്കൽ തടങ്കലിൽ വെച്ചു എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയൊക്കെ ആവും. എല്ലാ സൗകര്യവും ഉണ്ടാവും, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല. ക്വാറന്റൈൻ. അതെ, ഇവർക്ക് പക്ഷെ വേണമെങ്കിൽ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. കാര്യം ശനിയും ചൊവ്വയും ഈ ഭൂമിയുടെ കാരകന്മാരായത് കാരണേ, വസ്തുവിൻ്റെ കാരകന്മാരായത് കാരണം അതൊക്കെ ഉണ്ടാക്കാം. പക്ഷെ എല്ലാത്തിലും ഒരു ഡിലേ, ഒബ്സ്ട്രക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അമ്മയായിട്ട് റാപ്പോ ശരിയാവില്ല. അതിനിപ്പോൾ അത് പറയുന്നത് ശനി സ്വന്തം ക്ഷേത്രത്തിലാണെങ്കിൽ പോലും അമ്മയായിട്ടുള്ള ബന്ധം പോരാന്നാണ് പറയണത്. അങ്ങനെ പറയുന്നുണ്ട്. നല്ല ശനി ഒന്നെങ്കിൽ അമ്മയുടെ സാമീപ്യം ഇല്ലാതെ വരിക, സ്നേഹം ഇല്ലാതെ വരിക, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അങ്ങനെയൊക്കെ. വീട്ടിൽ നിന്നൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, കുടുംബത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ശനിയുടെ നെഗറ്റീവ് എഫക്റ്റുകൾ, അതായത് നമ്മൾ എന്തൊക്കെ പോസിറ്റീവ് പറഞ്ഞാൽ അതെല്ലാം തിരിച്ചു പറയുക, അത്രേ ഉള്ളൂ. പക്ഷേ ശനി ലഗ്നാധിപനായിട്ട് 4 നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും പറയാൻ പാടില്ലെന്നും പറയുന്നു കേട്ടോ. ശനി ലഗ്നാധിപനാണ്, 4ലാണ് പോയി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എഫക്റ്റ് ഒന്നുമില്ല. ഓക്കെ, ലഗ്നാധിപൻ 4 നിൽക്കുന്നത് നല്ല റിസൾട്ട് നമ്മൾ പറയേണ്ടി വരും. പക്ഷെ ആ 4ാം ഭാവം വല്ല അങ്ങനെ മോശമാണെങ്കിൽ മാത്രമേ, അഫ്ലിക്ഷൻ ആണെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല റിസൾട്ട് തന്നെ പറയണം. 4ാം ഭാവം മേടമായിട്ട് പോയി. അതെ, നീചനായി. 4ാം ഭാവം തുലാമായിട്ട് വന്നു കഴിഞ്ഞാൽ സംഗതി മാറി, ശനി ഉച്ചനായി. തുലാലഗ്നം, 4 ശനി, മകരത്തിൽ ശനി, വളരെ നല്ലതല്ലേ, സ്വക്ഷേത്ര ബലവാനായില്ലേ. അതെ. ഇനി രാഹു ആണെങ്കിലോ, രാഹുവിനൊരു പ്രശ്നമുണ്ട്, ചന്ദ്രന് ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ 4 നിൽക്കുന്ന രാഹു ഒരു നമുക്കറിയാം പാപനാണെന്ന് കൂടി അറിയാം. 4 നിൽക്കുന്ന രാഹു നല്ല റിസൾട്ട് തരില്ല. പാപനാണ്, മാത്രമല്ല മാതൃകാരകനായ ചന്ദ്രന്റെ ശത്രുവാണ്. കുടുംബത്തിന് പ്രസിദ്ധിയായിരിക്കോ കുപ്രസിദ്ധിയായിരിക്കോ? കുപ്രസിദ്ധിയായിരിക്കും. രാഹുവിന് അതൊക്കെയാണ് ഇഷ്ടം, അൺകൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ 4-ൽ രാഹു വേറെ പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസം പറഞ്ഞിരുന്നാൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കില്ല. നമ്മളൊരു വിദ്യ സെലക്ട് ചെയ്തു, കുറേ ദൂരങ്ങൾ കൊണ്ട് പോയത് കുട്ടി പറയാം എനിക്കിത് മനസ്സിലാവുന്നില്ല, ഇത് വേണ്ട, 2 കൊല്ലം നഷ്ടപ്പെട്ടു, അത് നിർത്തി വേറെ പോയി. അതുമില്ല.
വിദ്യാഭ്യാസം നമ്മൾ കുട്ടികളെ പഠിക്കാൻ പോകുമ്പോൾ 4-ൽ രാഹുള്ളൊരു ജാതകമാണെങ്കിൽ ആ കുട്ടിയുടെ ചോയ്സിനനുസരിച്ചിട്ട് പഠിപ്പിക്കണമെന്നാണ്. നമ്മൾ ഇഷ്ടത്തിന് പഠിപ്പിച്ചാൽ കുട്ടി കുറച്ച് ദിവസം കഴിയാൻ പോകും, വിട്ടേച്ച് പോകും. പിന്നെ വേറെ വഴി അപ്പോൾ 1 കൊല്ലമോ 2 കൊല്ലമോ നഷ്ടപ്പെട്ടെന്ന് വരും. 4-ൽ രാഹു എപ്പോഴും വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതെന്ന് അറിയാം അല്ലേ, പറഞ്ഞു കൊടുക്കുക. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ വല്ല അൺകൺവെൻഷനൽ ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ ഇവിടെ വരും. വല്ല AI പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അതായത് ഇപ്പം രാഹുവിൻ്റെ കാലമാണല്ലോ പൊതുവേ. രാഹുവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറേ തൊഴിലുകളുണ്ടല്ലോ, നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാത്ത കുറേ വിദ്യാഭ്യാസ മേഖലകളൊക്കെ ഉണ്ട്, നമുക്കറിയാത്ത ആ രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ ആണെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ മിക്കവാറും അവർക്ക് താല്പര്യവും. അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അത് ചെയ്തു പോകും. അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തോട്ടും പോകാം സാറേ. പുറത്തോട്ട് പോകാം. നമുക്ക് സാധാരണ ഉള്ള കോളേജിൽ പോയിട്ട് പഠിക്കുന്നതിന് പകരം രാവിലെ എഴുതിയില്ല, ഉച്ചക്ക് ഒരു 12-1 മണിക്ക് എഴുതിയിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പിന്നെ വെളുപ്പിന് 4 മണി വരെ മൊബൈൽ നോക്കി, മൊബൈൽ വേറെ വല്ല ജോലി ചെയ്യുക, വെറുതെ ഇല്ല ജോലി ചെയ്തിരിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അതെ, തീർത്തും നമുക്ക് നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റിരിക്കുക. അതുപോലെ അതെ, നമ്മുടെ സമയത്ത് നിന്ന് വ്യത്യസ്തമായി വിദേശ സ്ഥലങ്ങളുടെ സമയം മതി മതി മതി. അങ്ങനെ എത്ര പേര് ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, ആ സമയത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈ കുടുംബാംഗങ്ങളെയൊക്കെ അപകടം മൂലം നഷ്ടപ്പെടാം. രാഹു അപകടത്തിൻ്റെ ഒരു ഇത് കൂടിയായത് കാരണേ 4 വാഹനം കൂടിയാണ് അപകടം മൂലം നഷ്ടപ്പെടാം. പിന്നെ ഇവരുടെ ഫ്രണ്ട്സ് സർക്കിൾ വളരെ സൂക്ഷിക്കണം. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി പോലെയുള്ള സുഹൃത്തുക്കളാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പം 4 രാഹു ഉള്ളവരുടെ രാഹുവിനെ പോലത്തെ സുഹൃത്തുക്കളായിരിക്കും. മനസ്സിലായോ? കൊണ്ടുപോയി ചാടിച്ചു കളയും എവിടെയെങ്കിലും പോയി തല വെച്ച് കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പം ആ സുഹൃത്തുക്കളെയൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടി വരും. അതുപോലെ തന്നെ മനസ്സാണ് 4 എന്ന് പറയുന്നത്. രാഹു നിന്നെടുത്ത് ഒരു കാലത്ത് നമുക്ക് സ്വസ്ഥത ഇങ്ങനെ കിട്ടത്തില്ല. മനസ്സ് വായു തത്വമാണ് രാഹു അല്ലേ സാറേ? വായു അല്ലേ? അപ്പം ഈ പറയുന്ന പോലെ കാറ്റ് അലഞ്ഞു അങ്ങ് പോകും മനസ്സ്. അല്ലെങ്കിൽ രാഹുർദശ വരുമ്പോൾ നിങ്ങൾ കണ്ടോ, ആരും വീട്ടിൽ ഇരിക്കത്തില്ല, കറക്കം തന്നെയായിരിക്കും. ഒരിടത്ത് ഇവർക്ക് സ്വസ്ഥത കിട്ടില്ല. ആ സ്വഭാവം ഇവിടെയും കാണിക്കും. ഉദ്യോഗത്തിലും വലിയ ഉയർച്ചയൊന്നും ഉണ്ടാവില്ല. കാര്യം 4 ഈ പറയുന്ന പോലെ 10 കേതു നിൽക്കുവാണല്ലോ അവിടെ പോയിട്ട്. 4 രാഹു എന്ന് പറഞ്ഞാൽ 10 കേതു ആണല്ലോ. മനസ്വസ്ഥത ഉണ്ടാവില്ല. മനസ്സിലുള്ളത് മറച്ചു വെച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതൊക്കെ 4 രാഹു ഉള്ളവരുടെ പ്രത്യേകതയാണ്. അമ്മയും ഇതുപോലെ തന്നെ ആയിരിക്കും. രാഹുയുടെ നേച്ചറായിരിക്കും. അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കാം. ഈ ചിലപ്പോൾ ജീവിതത്തിൽ ഉയരണം എന്നൊക്കെ ഉള്ളത് അത് ഈ കുട്ടിയുടെ മേലിൽ അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും കുട്ടികളുടെ ജീവിതം ബുദ്ധിമുട്ടിലൊക്കെ ആയി പോകണം. 4 രാഹു അമ്മക്ക് നിർബന്ധം ഇന്നത് പഠിക്കണം, അങ്ങനെ കണ്ടിട്ടില്ലേ? ഇവനെ കൊണ്ടുപോയി ചേർക്കും, താല്പര്യമില്ല. അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒന്ന് ബുദ്ധിമുട്ടിലായിപ്പോയി കുട്ടി. നമ്മളെ ചില കുട്ടികളോട് ചോദിച്ചാൽ പറയും, ഈ അമ്മ കാരണമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും. ഈ സാധനം കൊണ്ടാണ് ഈ കഷ്ടകാലത്തിന് അമ്മ ഒരു ടീച്ചറും കൂടിയാണ് പോയി. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. പലപ്പോഴും അമ്മ ടീച്ചറുടെ പോക്കാണ്. അമ്മ എപ്പോഴും കമ്പയർ ചെയ്യാൻ പോകും. ക്ലാസ്സിലെ മറ്റേ കുട്ടികളെ നോക്കും, അതുകൊണ്ട് എൻ്റെ കുട്ടി അങ്ങനെ എല്ലാം എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റുമോ? രാഹു വാഹനങ്ങളൊക്കെ തരും കേട്ടോ. ഈ പറയുന്ന പോലെ EV വലിയ വാഹനമായിരിക്കും. ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾ അങ്ങനെയൊക്കെ ഇല്ലേ, കുറേ സ്വിച്ചുകളൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ ഇല്ലേ. അതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ബുദ്ധിമുട്ടാണ്. നോർമൽ ലൈഫിന് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാ കാലം നോർമൽ ലൈഫ് പോയല്ലോ. ഇപ്പോൾ എല്ലാം നോർമലാണല്ലോ. കേതു ആണെങ്കിൽ റൂട്ട്സ് ആണ്, വേരുകളാണ്. അപ്പോൾ കുടുംബം എങ്ങനെയായിരിക്കും? കുടുംബം വളരെ പാരമ്പര്യമുള്ള കുടുംബമായിരിക്കും. വേണമെങ്കിൽ ദുർമന്ത്രവാദമൊക്കെ ഉള്ള അങ്ങനെയുള്ള കുടുംബമായിരിക്കാം. പാരമ്പര്യം നിലനിർത്തുന്ന കുടുംബം. അതെ അതെ. കേതുവും ആ എഡ്യൂക്കേഷൻ കൂടി കണക്ട് ചെയ്തോ സാറേ? അപ്പൊ നിഗൂഢം ആയിട്ടില്ല സാധനങ്ങൾ വന്നില്ലേ? ഈ മാനസിക വിഭ്രാന്തി ഒക്കെ ഉണ്ടാകാം. പിന്നെ ഈ അനധികൃത രീതിയിൽ ഈ പറഞ്ഞ പോലെ വീടും വസ്തുവൊക്കെ സമ്പാദിക്കാനുള്ള ചാൻസും ഉണ്ട്. സാറ് നേരത്തെ പറഞ്ഞ പോലെ ഗൂഢവിദ്യയിലൂടെയൊക്കെ നോർമൽ വേലല്ലാതെയുള്ള സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കേതു 4 നിൽക്കുമ്പോൾ. പിന്നെ കുടുംബത്തിന് ടോട്ടലി ഒരു സൗഖ്യം ഉണ്ടാവില്ല. പാരമ്പര്യമുള്ള കുടുംബമൊക്കെ ആണെങ്കിലും
കുടുംബസ്ഥിതി അത്ര നന്നാവണമെന്നില്ല. അമ്മയ്ക്ക് മെൻ്റൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇവരും വേണമെങ്കിൽ വീട് വിട്ട് പോകാം കേട്ടോ. നല്ലൊരു വളരെ മോശം കോമ്പിനേഷനാണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ മാർസ് കേതു കോമ്പിനേഷൻ, അല്ലെങ്കിൽ മാർസ് രാഹു കോമ്പിനേഷൻ, അല്ലെങ്കിൽ മാർസ് സാറ്റേൺ കോമ്പിനേഷൻ. ഓക്കെ, അതൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ള കോമ്പിനേഷൻസ് ആണ്. 4th കേതു സാറ്റേൺ 4 ഇതുപോലെ തന്നെ കേതു സാറ്റേണും രാഹു സാറ്റേണും നിന്നാലും 4 നിന്ന് കഴിഞ്ഞാൽ അത്ര ഒരു ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ അല്ല. നമ്മൾ സാധാരണ സൊസൈറ്റി അംഗീകരിക്കുന്ന ലെവലിലുള്ളൊരു ജീവിതമായില്ല അവർ ഇല്ലേ. നമ്മൾക്കൊരു സൊസൈറ്റി ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, കൾച്ചറുണ്ട്. ആ കൾച്ചറിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരവസ്ഥ വരിക. അതിലാരെങ്കിലും തടസ്സം നിന്നാൽ അവർ ശത്രുക്കളാവാം. മിക്കവാറും അമ്മയായിരിക്കും തടസ്സം നിൽക്കുക. അപ്പോൾ ഈ അമ്മ ആണ് എൻ്റെ ശത്രു അല്ലല്ലേ. അപ്പോൾ ഈ കുട്ടിക്ക് എന്താ നമ്മൾ ചെയ്യുക? ഈ കുട്ടിയെ എന്ത് ചെയ്യും? കുട്ടീനെ വിളിച്ചു കൊണ്ടുപോയിട്ട് കുട്ടിക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കുക. നല്ല കൗൺസിലിംഗ് എടുത്ത് കൊണ്ടുപോയി വളരെ മനസ്സിലാവുന്ന ലെവലിൽ, കുട്ടീനെ കുറ്റം പറയാൻ പാടില്ല, വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ, നയപരമായി ഉപദേശിച്ചാൽ ഒരു പരിധി വരെ കുട്ടിയെ നമുക്ക് നല്ല വഴിക്ക് എത്തിക്കാം. മിക്കവാറും ഈ കുട്ടികൾ നമ്മളെ വിളിച്ചാൽ കേൾക്കില്ല, കാര്യങ്ങൾ വിവരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കി പോകും. അപ്പോൾ ആ ഒഴിവാക്കി പോകുന്ന ഇരുത്താൻ എന്താ മെത്തേഡ്? കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കേൾക്കുക ഇല്ലേ. നമ്മൾ പറയുന്നത് കേൾപ്പിക്കുന്നതിലും നല്ലത് കുട്ടി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചില സജഷൻ പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോഴേ ആക്സെപ്റ്റ് ചെയ്യില്ല, ലേറ്ററായിട്ട് കുറച്ച് ഇവിടുന്ന് അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ട്. സാർ ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞില്ല കൗൺസിലിങ്ങിന് വിടണമെന്ന്. നമ്മളിപ്പോൾ ഒരാളുടെ ജാതകം എടുത്ത് ഈ പറയുന്ന പോലെ ചന്ദ്രൻ ബുധൻ ഒരുമിച്ച് അങ്ങനെ എന്തെങ്കിലും കോമ്പിനേഷൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരിഹാരം പറയുക ഡോക്ടറെ അടുത്ത് പറഞ്ഞോളൂ. എന്ത് ചെയ്യും? അതെ അതെ അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ആദ്യത്തെ എന്തായിരിക്കും ഫസ്റ്റ് നമ്മളൊരു അല്ലേ കൗൺസിലിങ്ങിന് ഫസ്റ്റ് അമ്മയോട് പറയും മോനെ ഒന്ന് കൊണ്ടുപോയിട്ട്, അമ്മയോട് പറയും ഇവിടെ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് വല്ല സാധനം പഠിച്ച് വന്ന മോനെ എന്ന് നോക്കിക്കോളാം. ഇവിടുന്ന് മോള് തിരിച്ചു വന്നിട്ട് വളരെ നല്ല ലെവലിൽ ജീവിച്ചു വന്നിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ കുട്ടീനെ മരുന്ന് ഇംഗ്ലീഷ് മെഡിസിൻ കൊടുത്ത് അഡിക്റ്റായി ആ കുട്ടി ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താറുള്ള മെഡിക്കേഷൻ അല്ല ഞാൻ പറഞ്ഞു, കൗൺസിലിംഗ് പറഞ്ഞു. കൗൺസിലിംഗ് നന്നായിട്ട് കൗൺസിലിംഗ് അല്ലാതെ സൈക്കോളജി ഉണ്ടല്ലോ നമുക്ക് ഈ വേറെ ആവശ്യമില്ല. അല്ല സാറിന് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, സാറ് ചിലപ്പം അത് ഹാൻഡിൽ ചെയ്യും. നമ്മളൊക്കെ നമ്മൾ പുതിയ ആൾക്കാരും അല്ലേ ജ്യോതിഷം പഠിച്ച ഓർഡർ തന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലേ പഠനകാരുണ്ട്. ഈ ജ്യോതിഷത്തില് പ്രായത്തിനൊരു വിലയുണ്ട്. പിന്നെ എപ്പോഴും പ്രായത്തിന് എപ്പോഴും ഒരു വിലയുണ്ട്. കാരണം കുട്ടികൾ ചിലപ്പോൾ അംഗീകരിച്ചൊന്നുമില്ല. ചില കുട്ടികൾ അംഗീകരിക്കില്ല, അങ്ങനെ വിവരമില്ല, വയസ്സനാണ് അങ്ങനെയുള്ള ഉണ്ട്. അവരെ നമ്മൾക്ക് നമ്മുടെ ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനാണ് പീസ്ഫുൾ ഹിയറിംഗ്, സമാധാനത്തിൽ ആ കുട്ടി പറയുന്നതൊക്കെ നമ്മൾ കേൾക്കും. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഒരാൾ വിചാരിച്ച പോലില്ല, കുഴപ്പമില്ല. അങ്ങനെ നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ ലക്ഷ്യം എന്താ? ഒരാളെ നന്നാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. ഒരമ്മക്ക് സമാധാനം കൊടുക്കുക, കുട്ടീനെ നല്ലൊരു കുട്ടിയാക്കി കൊണ്ടുവരിക, ആ ലെവലിൽ പ്രവർത്തിക്കാം. സാറ് ജീവിതത്തിൽ പല റോളും ചെയ്തു. മകൻ്റെ റോള് ചെയ്തു, ഭർത്താവിൻ്റെ റോള് ചെയ്തു, അച്ഛൻ്റെ റോള് ചെയ്തു, അപ്പൂപ്പൻ്റെ റോള് ചെയ്തു അല്ലേ സാറേ? അതുകൊണ്ട് സാറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ഈ ബുദ്ധിമുട്ടിൽ കൂടി ജീവിക്കുക എന്ന് പറയുന്നത് അത് ഒരു കണക്കിനൊരു ഭാഗ്യമാണ് അല്ലേ. ബുദ്ധിമുട്ടിൽ കൂടി ജീവിക്കണം. അല്ല ജീവൻ വേണ്ട ഞാൻ മതിയായി പോവുകയാണെന്ന് ഒളിച്ചോടാൻ പാടില്ല. ഇപ്പം ശനി ദശ എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. ശനിയിൽ നമുക്ക് അനുഭവിക്കാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവസാനം ശനി പോകുമ്പോഴെന്താ ചെയ്യുന്നത്? നമ്മളൊരു നല്ല കുറിച്ചെടുത്തിട്ട് ശനി പോകും. ദാരിദ്ര്യം സഹിച്ചില്ലേ, ഇതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടിൽ കൂടുതലേ നമ്മൾ റിഫൈൻഡ് ആവുള്ളൂ. എല്ലാം കിട്ടും, കൈവെള്ളയിലെല്ലാം കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും
നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നടക്കണം. ആരെങ്കിലും അമ്പലത്തിൽ പോകും, അമ്പലത്തിൽ തുറന്നു വെച്ചിട്ട് അവിടെ ആരും ഉണ്ടാവില്ല. പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകും. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്നത് ചീത്ത എന്നല്ല, നല്ലതൊന്നല്ല. പക്ഷെ പ്രശ്നങ്ങൾ കൂടി നമുക്ക് റിഫൈൻഡ് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഗുളികനാണെങ്കിലോ? ഗുളികനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ദോഷമാണ് പറയുന്നത്. മാതൃസുഖം കുറയും, ബന്ധുക്കളുടെ അതായത് റിലേറ്റീവ്സിൻ്റെ സഹായം കുറയും, ധനം കുറയും, വാഹനഭാഗ്യം ഉണ്ടാവില്ല. ഇനി വാഹനം ഉണ്ടെങ്കിൽ തന്നെ അതിൽ വെച്ച് അപകടം സംഭവിക്കാം. ഒരു എക്സെംഷൻ പറയുന്നുണ്ട്, ഗുളികൻ ശുഭരാശിയിൽ നിൽക്കുകയോ ശുഭഗ്രഹത്താൽ വീക്ഷിക്കപ്പെടുകയോ ചെയ്താൽ ദോഷഫലം വളരെ കുറവായിരിക്കും. അതാണ് അതിലൊരു എക്സെംഷൻ പറയുന്നത്. ഈ 4 എന്ന് പറയുന്നത് 5ന്റെ 12 അല്ലേ? 5ന്റെ 12 ഗുളിക തന്നാൽ കുട്ടികൾക്ക് അല്ലേ? കുട്ടികൾക്ക് ദോഷം വരും. കുട്ടികൾക്ക് ദോഷം വരും. ഇത്രയാണ് ജനറലി 4 നിന്നാലുള്ള ഫലങ്ങൾ. ഇനിയിപ്പോൾ ഉള്ളത് 4-ാം ഭാവാധിപൻ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളാണ്. ഓക്കെ, അത് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. അടുത്ത പ്രാവശ്യം സെക്കൻഡ്